പേര് കേട്ടാലേ അറിയാം ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള നമ്മുടെ ജീം ബൂംബ ടീമിനെയാണ് ഞാൻ പൈസ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീം ബൂംബായ ഇപ്പൊ തന്നെ ഫോളോ. ഞാനും ഫോളോവർ അപ്പൊ എനിക്ക് ടാസ്ക് ഇല്ലേ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. 1 മിനിറ്റ് സമയം തരും. 1 മിനിറ്റ് കൊണ്ട് എത്രത്തോളം ആൾക്കാരെ പോയി അടിക്കാവോ, ഓരോ ആൾക്കാരെ അടിക്കുന്നതിന് ചേച്ചി ഞാനൊന്ന് അടിച്ചോട്ടെ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ഗിഫ്റ്റ് ഏതാണ്? എനിക്ക് അങ്ങനെ പൊതുവെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നേരത്തെ ആ ഗിഫ്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കുറച്ച് ഇമോഷണൽ ആയിട്ട് കൊടുത്ത ആ ഒരു ഭാഗം എൻ്റെ അതാകുമ്പോൾ എനിക്ക് കുറച്ച് മൈലേജ് പ്രഗ്നന്റ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നതിന് മനസ്സിലായല്ലോ എന്ത് വേണ്ടി സൗണ്ടിൽ സംസാരിക്കുന്നത്. ചെവി അടിച്ചു പോയോ? ഇല്ല, നല്ല പോലെ അസ്ലമിനെ കോണ്ടാക്ട് അസ്ലം പറയുമ്പോഴാണ് അറിയുന്നത് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾ അസ്ലമാണെന്നുള്ളത്. ആ പരിപാടി എനിക്കറിയത്തില്ല. കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറേ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. പബ്ലിക്കിന്റെ അടുത്ത് ഇറങ്ങുന്നു, ടാസ്ക് കൊടുക്കുന്നു, അതിന്റെ പൈസ കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ പോയിരുന്ന പൈസ എത്ര എമൗണ്ട് ആയിരിക്കും? 50 രൂപ നമുക്ക് സ്പോൺസർ ഇല്ലാതെ നമ്മൾ പോയിട്ടുണ്ട്. 50,000 രൂപ. നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഇത്. ശരി, ഞാൻ പോകുന്നു. നിങ്ങളുടെ ഇതൊക്കെ വണ്ടി ഓടിക്കുന്ന പറയൂലേ നിങ്ങളൊക്കെ ഇന്ന്? എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് ഇത്ര നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മൂത്രം വെച്ചിട്ട് വരട്ടെ. എല്ലാം പറഞ്ഞു. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ടീമിനെ ഞാൻ എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻഫ്ലുവൻസർ എന്ന് പറയണോ, കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയണോ, എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം, ഈ പേര് കേട്ടാലേ അറിയാം ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള നമ്മുടെ ജീം ബൂംബ ടീമിനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഏതിന് ചീത്ത വിളിക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ മയത്തില് തുടങ്ങുള്ളൂ, തീരുന്നതിന് മുന്നേ നമുക്ക് നോക്കാം. അപ്പൊ തീർന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കാര്യമായിട്ട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ചീത്ത വേണോ? നീ ജയിലിൽ പോകുന്നതിനൊക്കെ മുന്നേ ആദ്യം ഈ സാധനം ഒന്ന് മാറ്റിയേക്കും. ഇന്റർവ്യൂലും വേണോ? കണ്ണാടി വരുന്നു. കണ്ണാടി ഊരിയായിട്ടുള്ള ഒരു ഫേസ് നീ കണ്ണാടി ഊരി നേരത്തെ വെച്ചിരുന്നില്ലേ? അല്ല, എല്ലാവരെയും ഇതിലുണ്ട്. നമ്മുടെ ടീമിൽ വേണം. അതാണ് മാസ്റ്റർ പീസ് ആണ് കണ്ണാടിയൊക്കെ. മറ്റേ എന്തായിരുന്നു രാജമാണിക്ക് രാത്രി കണ്ണാടി വെക്കത്തില്ല, അവൻ കണ്ണ് കാണാതെ രാത്രിയായാലും ഇങ്ങനെ വെച്ചോണ്ടായിരിക്കും ചിലപ്പോ പോകുന്നത്. മാനേജ് ചെയ്യും. അവിടെ ആളുണ്ടേ വീടല്ലേ, മനസ്സിലായോ? അങ്ങനെ മരം ഡ്രൈവ് ഗ്രൂപ്പ് വർക്ക് ഒന്നില്ല കണ്ണാടി വെച്ചാൽ 4 പേര് ഓടി വരുത്തും. അറിയും നമ്മുടെ ചാനൽ എന്നെ കാണുന്നതിനായിട്ട് കൂടുതൽ ചിലപ്പോ എന്റെ ചാനലിന്റെ പേര് പറയുന്നത് ജീമുമ്പ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്. അതിൽ പരം വേറെ ഒന്നുമില്ല. ഫസ്റ്റ് നിങ്ങൾക്കല്ലേ ഇന്റർവ്യൂ ഇടുന്നത്. ഞാൻ ആർക്കും ഇന്റർവ്യൂ ആർക്കും കൊടുത്തിട്ടില്ല. കണ്ടിട്ടില്ലല്ലോ, ഫസ്റ്റ് ആയിട്ടല്ലേ ഇപ്പം കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇന്റർവ്യൂ തന്നെ ചോദിക്കട്ടെ? നിങ്ങൾ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. അല്ല, ഓരോരുത്തരുടെ കോള് വരുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കും ഇത് വല്ല പ്രൊമോഷൻ ആണോ എന്തോ അറിയത്തില്ല. വിളിക്കുമ്പോ അല്ല നിങ്ങളുടെ കോളാ. ഞാൻ തന്നെ കണ്ടോ, ഇത് എല്ലാവരും എന്റെ ഓഫീസിലുള്ള പ്രത്യേകിച്ച് എന്റെ ഓണേഴ്സ് കേൾക്കണം. ഞാൻ ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂവിന് കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതിയാണ്. കേട്ടല്ലോ, ഞാൻ സ്വൈര്യം കൊടുക്കാതെയാണ് അവർ അലാം വെച്ചിരുന്ന വിളി. ഹലോ ജിംബുമ്പ. അല്ല, ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ, ജിംബുമ്പയുടെ ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് മുഹമ്മദ് അസ്ലം. അത് അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ടോ? ഇല്ല, എല്ലാരും ജീമുമാന്നാ വിളിക്കുന്നത്. ഇപ്പൊ വീണ്ടും അടുത്തുള്ള അയലത്തുകാരും എല്ലാവരും ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പം എന്റെ പേര് പറഞ്ഞ് ജീമുമാന്നായി. വിളിക്കുന്നത്. ഈ പേര് എവിടുന്നാ വന്നത്? ജീംബൂമ്പാന്ന് പേര്. ജീംബൂമ്പാന്ന് വെച്ചാൽ അതാണ് നമ്മുടെ സെയിൽസ് ആണ്. ജീമുമാന്ന് വെച്ചാൽ നമുക്കൊരു ഫസ്റ്റ് നമ്മളിപ്പോ ചാനൽ തുടങ്ങും, നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് എന്ന് വെച്ചാൽ ഒരു പേര് എന്ന് വെച്ചാൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ ആൾക്കാരിലേക്ക് എന്ന് വെച്ചാൽ അത്ര ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ആൾക്കാരെ സന്തോഷിപ്പിക്കുക ആ രീതിയിൽ. ഞാൻ വെച്ചാൽ ഞങ്ങൾ കുറെ പേരും കാര്യം ഡിസ്കസ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേരും കാര്യങ്ങൾ കിട്ടിയില്ല. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AJ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു പേര് ഇട്ട്. AJ വ്ളോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എ എന്റെ ഇവനെ ജെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയാണ് ഫസ്റ്റ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഡിസ്കഷൻ ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഇവനോട് അപ്പം അവന്റെ എ ജെ, അപ്പം എ ജെ ബ്ലോഗ്സ്. അപ്പൊ ഒരു ഗുമ്മില്ല ജസ്റ്റ് ഒന്ന് ഇട്ട് ഗുമ്മില്ല പോരാ. അപ്പം ആൾക്കാരിലോട്ട് എന്താ ഒരു സർപ്രൈസ് ഓർത്തിരിക്കണം, ഒന്ന് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച്. അപ്പൊ ഞാന് ഈ പേര് എവിടുന്നാ വന്നതെന്ന് വെച്ചാൽ ഞാൻ പണ്ട് കൊച്ചുനാളെന്ന് വെച്ചാൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കണ്ടിട്ടുണ്ടോ സീരിയൽ? ആ സീരിയല് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സീരിയൽ കണ്ടപ്പം അതിൽ നിന്ന് ഇങ്ങനെ മൈൻഡിൽ നിന്ന് ആലോചിച്ചപ്പോ ജീംബൂമാന്ന് എന്തുകൊണ്ട് ഇട്ടുകൂടാ? ജീംബൂമാന്ന് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലോട്ട് ഒരു യുണീക്ക് മാത്രമല്ല, ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ജീംബൂമാന്ന് വെച്ചാൽ എന്താ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. എന്താഗ്രഹം സാധിച്ചു കൊടുക്കുക? മോതിരല്ലേ, മോതിരത്ത് തടവിട്ട് 3 വട്ടം പറയുമ്പോൾ അല്ലേ വരുന്നത് ജീംബൂമ വരുന്നത്. അതേപോലെ ഒരു ഗെറ്റപ്പ് ഞാൻ ഒരു സംഭവം പബ്ലിക്കിലുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ എന്താ ഒരു സർപ്രൈസ് കൊടുക്കുക, അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ആ രീതിയിൽ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആർക്കായിക്കോട്ടെ, വലിയൊരുന്നില്ല ചെറിയൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഒരു ഹാപ്പിനെസ് അവർക്കിടയിൽ കണ്ടെത്തുക. അങ്ങനെ രീതിയിലാണ് നമ്മൾ ജീംബൂമ്പ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് നമ്മൾ ലാസ്റ്റ് അവസാനം എത്തിച്ചേർന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീംബൂമ്പ എന്ന പേരിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓൺ സ്ക്രീൻ ആൾക്കാർ കണ്ടിരിക്കുന്നത് അസ്ലമിനെ ആയിരിക്കും. ബാക്കിയുള്ളവരെ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരെ നിങ്ങൾ വന്നിട്ടേ ഇല്ല, ജസ്റ്റ് ചെറിയ വീഡിയോ തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പരിചയപ്പെടണ്ടേ? വേണമല്ലോ. അപ്പൊ പേരൊക്കെ പറയൂ. എന്താണ്? പരിചയപ്പെട്ടു. അൽതാഫ്. സംഗീത്. ജിൻഷാദ്. പറയടാ, അവര് കേക്കണ്ടേ? ജിൻഷാദ്. ഓക്കെ, നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആണോ? എന്താണ് സംഭവം? നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും ഫ്രണ്ട്സ് തന്നെ. പക്ഷെ ഇവന്മാരെ രണ്ടുപേരും എന്റെ കൂടെ പഠിച്ചത്. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന്റെ ചേട്ടൻ എന്റെ കൂടെ പഠിച്ചത്. ഓ, മറ്റേ ചേട്ടന്റെ അനിയനാണ് ഇവൻ. അങ്ങനെ കേറി വന്ന ഒരു ഫ്രണ്ട്സ്. പഠിച്ചവര് ഞങ്ങള് 3 ഡിപ്പാർട്ട്മെന്റ്. കേറി വന്ന ഫ്രണ്ടാ? ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു പഠിച്ചത്. എവിടെ? നിങ്ങൾ സ്കൂളിലോ? എവിടെ ഒരുമിച്ച് പഠിച്ചത്? സ്കൂളിൽ. +2. അടുത്തടുത്തല്ല, നിങ്ങൾ എല്ലാരും അടുത്തടുത്താ? 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്. 1 കിലോമീറ്റർ അകത്ത് വെച്ചാൽ. നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ വരെ നിങ്ങൾ ഒരുമിച്ചാണോ? തുടങ്ങിയപ്പോ തൊട്ട് നിങ്ങൾ 4 പേരും കൂടെ ചേർന്ന്? ഇതിനിടയ്ക്ക് ഉടക്കൊന്നുണ്ടായിട്ടില്ല? ചെറിയ പിണക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല? അപ്പം ഇപ്പൊ ജീംബൂമ്പെ മാത്രം ഫ്രണ്ടിൽ കാണിക്കാം. ആ ഐഡിയ ആരുടെ ആയിരുന്നു? അത് സംഭവം ഒന്നാമത്തെ കാര്യം, ഇവന് ഭയങ്കര മനസ്സിലായ ആൾക്കാരോട് പണ്ട് തൊട്ടേ നമ്മുടെ ഏരിയയിലുള്ള ഈ ഒരു ഐറ്റം കൊണ്ടുവരണമെങ്കിൽ ഒരു സൗണ്ട് വേണമല്ലോ. പക്ഷെ ഞാൻ ഈ 4 പേരോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം നേരം. പക്ഷെ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയ ആരാന്നറിയോ? ആരായിരിക്കും? സൈഡിൽ പോയി ഇരിക്കുക ഇവൻ. ഞാൻ ഈ എടാ പൊടാന്ന് വിളിക്കുന്ന കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് കമന്റ് ബോക്സ് നിന്നെ ചെയ്ത് വിളിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി കുറച്ച് കമ്പനിയാണ്, അതുകൊണ്ട് വിളിക്കുന്നതാണ്. കിളവിയൊക്കെ ഞാൻ എന്നാ തുടങ്ങി വിളിച്ചോ? കുഴപ്പമില്ല, ഈ അപ്പാപ്പന്മാരുടെ ഇന്റർവ്യൂ എടുക്കേണ്ട ആവശ്യമായി പോയില്ല, ഞാൻ ചെയ്യാം. ഈ വെളുത്തുടുപ്പെട്ട അപ്പാപ്പനെയാണ് എനിക്ക് കൂടുതൽ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തത്. ശരിക്കും അവൻ അല്ലേ ആരും കൂടുതൽ സംസാരിക്കുന്നത്? അവൻ കൂടുതൽ സംസാരിക്കും. അവനാണ് നമ്മുടെ ചാനൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഫുൾ പ്രൊമോഷന്റെ ആയാലും ഫുൾ കോൾസ് കാര്യങ്ങൾ A to Z മാനേജ് ചെയ്യുന്ന ഇവനാണ്. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കോളും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന ഇവനാണ്. ഞാൻ വിളിച്ചപ്പെടുത്താരാ? നമ്മൾ വിളിച്ചപ്പോ എന്ന് വെച്ചാൽ എനിക്ക് വേറെ പേഴ്സണൽ നമ്പർ എനിക്ക് തന്നെയായിരുന്നു. അതിന്റെ വില ചാനൽ നമ്പർ വിളിക്കുന്ന മൊത്തം കോളും കാര്യങ്ങളും എല്ലാം ഇവനെ എടുക്കുന്നത്. നിങ്ങൾ ശരിക്കും അപ്പം ഈ റെമ്യൂണറേഷൻ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഈക്വൽ ഡിവൈഡ് ചെയ്യും? നമ്മുടെ തന്നെ ചാനലല്ലേ, നമ്മുടെ ആവശ്യം. നിങ്ങൾ 4 പേരും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നമുക്ക് ഇത്രയും നാളും അറിയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അസ്ലം. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചതാണെങ്കിൽ പോലും അസ്ലമിനെ മാത്രമാണ്. അസ്ലം അത് കഴിഞ്ഞ് എന്നോട് പറയുമ്പോഴാണ് ഒരു ടീമുണ്ട്. ഇവൻ ഞാൻ എന്റെ ക്യാമറമാനോട് പോലും വന്നിട്ട് അവർ ടീമാന്നാ പറയുന്നത്. ആരൊക്കെയാ? എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി, പക്ഷെ നിങ്ങളെ കാണുന്നില്ല. അപ്പൊ എല്ലാവർക്കും അറിയുന്ന അസ്ലമിനെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാ? ആദ്യം തുടക്കം എല്ലാവരെയും കൂട്ടുകാരനൊക്കെ എന്തുവാ വേറെ വല്ല പണിക്കും പോടാ, ആ മൈൻഡ് സെറ്റ് അത് തന്നെ. ഇത് തൂക്കിയിട്ടാണെന്ന് ഒരു കാര്യമില്ല. ഇപ്പൊ എന്താ ഉമ്മ പറയുന്നത്? ജിമ്മുമാട് ഉമ്മായ അറിയത്തില്ലയോ? അറിയോ? ഇപ്പൊ അങ്ങനല്ലേ പറയുന്നത് വീട്ടിലായാലും എല്ലാരും. പിന്നെ എന്താ ഇപ്പൊ സെറ്റപ്പ് മാറിയില്ലയോ? അതൊരു സംഭവം ഇതായി മാറിയില്ലേ? വീട്ടിലായാലും നല്ല ഇപ്പൊ ഭയങ്കര വിലയാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാവരുടെയും വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി. ഉമ്മ, അപ്പ, അനിയത്തി. അച്ഛൻ, അമ്മ, അനിയത്തി, അനിയത്തി, അമ്മൂമ്മ, എല്ലാരും ഉണ്ട്. ഉമ്മ, ചേട്ടൻ, അനിയൻ, പിന്നെ ഞാന്, 4 പേര്. ഫാമിലി എല്ലാവരും ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ ശരിക്കും എല്ലാവരും എന്താ പഠിച്ചേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഡിഗ്രി എന്താ ചെയ്തപ്പോ? പൊളിറ്റിക്സ്. അടിപൊളി. ഞാൻ IT ഇലക്ട്രീഷ്യൻ. ഓക്കെ. ഞാൻ BSc ഫോറൻസിക്.
എടാ, ശരിക്കും അതാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫോറൻസിക് ടോമിനോടെ പടം കണ്ടിട്ട് പോയതാ പഠിക്കാൻ. ചുമ്മാ അതൊക്കെ ഇറക്കുന്നതിന് ഇവ ഉള്ള- ആയിരിക്കണം അല്ലേ? അതൊക്കെ- ശരിയാ. എനിക്കിപ്പോ 23 വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വെക്കേഷൻ ടൈമിനൊക്കെ അത് ഇറങ്ങുന്നത്. ചുമ്മാ അല്ല ഫോറൻസിക് പഠിച്ചിട്ട് ഇപ്പൊ അതില് വർക്ക് ചെയ്യണം അങ്ങനെ. അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സിന് ക്രെയിൻ ഓപ്പറേറ്റിംഗ് എടുക്കാൻ പോയായിരുന്നു. ഇവനെ ഒന്നത്തെ കാര്യം നോക്ക്, ഇവനെ പണ്ട് തൊട്ടേ പഠിക്കാൻ തുടങ്ങിയത്. ഇവന്റെ കൂടെ പഠിച്ചവര് ജോലി മേടിച്ചു. ഇവന് എത്ര എന്റെ നമ്മുടെയൊക്കെ പിള്ളേരുടെ കൂടെ അവൻ പഠിക്കും വേണം. പഠിച്ചപ്പോ കുഴഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനും ഒന്നുമില്ല. പഠിക്കാൻ ഇഷ്ടമാണ്. വീട്ടുകാരുടെ പൈസ അല്ല, ലാസ്റ്റ് JCB അവിടെ പഠിക്കാൻ വേണ്ടി പോയി. നിനക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ പഠിക്കട്ടെ അല്ലേ? ഇല്ല അതെനിക്ക് വണ്ടികളെ കുറിച്ച് വണ്ടിയുടെ അറിയണമെന്ന് വെച്ചാൽ അതെടുത്തു, അത് പാസ്സായി. ഇനി PG എടുക്കണമെന്നാ. അപ്പൊ അത് ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് PGക്ക് നമുക്ക് പ്രായ വ്യത്യാസം ഇല്ലല്ലോ. ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് തലങ്ങടി. അടുത്ത ആള് അല്ല ഞാൻ ഇച്ചിരി കൂടുതൽ +2. അത് കുഴപ്പമേ അല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ വേറെ എന്തെങ്കിലും പഠിച്ച് വേറെ എന്തെങ്കിലും ജോബ് ചെയ്തിട്ട് ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അല്ല ഇതാണ് മെയിൻ പരിപാടി. മെയിൻ ഈ ഫസ്റ്റ് ഐഡിയ 6 നിലയിലാണ് വന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാം എന്നുള്ള സംഭവം ആദ്യം എന്റെ തലല്ലോ. അവന്റെ അസ്ലമിന്റെ ഐഡിയ. എന്നിട്ട് ഇവരെയൊക്കെ കൂട്ടിപ്പിടിച്ചതാണ്. പിന്നല്ല കേട്ടപ്പോഴെല്ലാം ഫസ്റ്റ് ഞാനും ഇവനും കൂടെ ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളൊരു പേര് ഫസ്റ്റ് എന്തായാലും ഒരാളെ കൊണ്ട് ഇവർ രണ്ടുപേരും പറ്റത്തില്ല. അങ്ങനെ കയറി ഇതിലേക്ക്. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് അടക്കുന്നവരെ ഇവന്മാർ രണ്ടുപേരെ ഡിസ്കസ് ചെയ്തത്. ഡിസ്കസ് ചെയ്തു. പിന്നെ എന്നിട്ട് ഞങ്ങൾ 4 പേര് ഡിസ്കസ് ചെയ്ത്. ഒന്നാമത്തെ കാര്യം സ്റ്റാർട്ടിങ് തന്നെ അറിയാലോ. ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് വരുമാനം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പോയാലും ഇപ്പൊ വീഡിയോ എടുക്കാൻ അവൻ പോകും, അവൻ ഇല്ലാത്ത സമയത്ത് ഇവൻ പോകും. ഞങ്ങൾ അങ്ങനെ മാറി മാറി മനസ്സിലായി. രക്ഷപ്പെട്ടു. നമ്മള് രക്ഷപ്പെട്ടു. അതെ, രക്ഷപ്പെട്ടു അത്ര തന്നെ. രക്ഷപ്പെട്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടല്ലേ നിങ്ങൾ വിളിച്ചല്ലേ? വിളിക്കത്തില്ലല്ലോ. പറ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയൂ, എല്ലാവർക്കും അറിയെങ്കിലും. ഇപ്പൊ 2.1 മില്യൺ 2.1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം. പിന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം വേറെ അത്രയും റീച്ച് ഉള്ള ഒരു ടീമായിട്ട് മാറി. ആരൊക്കെ കുറ്റപ്പെടുത്തിയാൽ എന്താ, നമ്മളിവിടെ എത്തിയില്ലേ? കുറ്റപ്പെടുത്തുന്ന ഒന്നേ പറയാനുള്ളൂ, ഇനിയും നിങ്ങൾ കുറ്റപ്പെടുത്തുക. നിങ്ങളെ കുറ്റപ്പെടുത്തലാണ് എനിക്ക് ഓരോ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സത്യം പറയാമല്ലോ, ഉള്ള കാര്യം പറയാമല്ലോ. ഇവര് കുറ്റപ്പെടുത്തിയവരൊക്കെ ഇപ്പൊ വന്നിങ്ങനെ ഇപ്പം അന്നൊക്കെ ഓരോരുത്തർ വീഡിയോക്കകത്ത് നിൽക്കുന്നത്, എനിക്ക് വീഡിയോക്കകത്ത് ഇപ്പം മടി. എപ്പോ എന്നെ ഒന്ന് വീഡിയോക്കകത്ത് എടുക്കണം, കഷ്ടം ഉണ്ടോ, ഒന്ന് പിടിക്കടാ, കേറ്റോ പോവാൻ പറയും, ഓടാൻ പറയും, നടക്കടാ. നമ്മൾ ഈ ക്യാമറ ആയിട്ട് ചിലപ്പോൾ ഒഴിഞ്ഞു മാറുന്നവരല്ലോ, ഓടി വരും. ഇപ്പൊ എന്നെ കൂടെ കേറ്റോ അതങ്ങനെ വെച്ചാൽ നമ്മൾ അറിയാവും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ അന്നൊക്കെ ആ ഒരു ടൈമിൽ. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോഴും ഉണ്ട് കുറെ ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ കുറെ ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യം, നിങ്ങൾ ഈ വേണ്ടാന്ന് പറയുന്നവർ എന്താ വീഡിയോ എടുക്കുന്നത്? നമ്മളിത് അവരെന്താ പറയുന്നത്, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ടാസ്ക് ഇടുമ്പോൾ അവർ വേണ്ടാന്ന് പറയുന്നത്, വീഡിയോ എടുക്കല്ലെന്നല്ല പറയുന്നത്, വീഡിയോ എടുക്കല്ലേ എന്നെ വീഡിയോ ഇടല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ നമ്മൾ ആരുടെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ ജസ്റ്റ് അവർ നമ്മളടുത്ത് പറയും വേണ്ട, ഓക്കെ, നമ്മൾ ഇല്ല ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള സാധനം ഇട്ടേക്കുന്നത്. നമ്മൾ അല്ലാതെ നമ്മൾ വേറെ ഒരാളെ മനഃപൂർവ്വം ചെയ്യണം, നമ്മളെ ഒരാളെ എന്താ അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി വ്യക്തിഗത അങ്ങനത്തെ രീതിയിലുള്ള ഒരു രീതിയിലുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ആ രീതി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ശൈലി, നമ്മുടെ സംസാരവും നമ്മൾ ഇങ്ങനെയാണ് ഓൾറെഡി. അപ്പൊ ഞാൻ സംസാരിക്കുന്നതിന് മനസ്സിലായല്ലോ എന്ത് വേണ്ടി സൗണ്ടിൽ സംസാരിക്കുന്നത്, ചെവി അടിച്ചു പോയോ? ഇല്ല നല്ല പോലെ. ഇവിടെ സാധാരണ വരുന്നവരെ നമ്മൾ ഇരുത്തിയിട്ട് സംസാരിക്കാൻ മൈക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 90% ഇന്റർവ്യൂസിന് നമ്മുടെ ക്യാമറമാൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ഒച്ചയുള്ളൂ, ഇന്റർവ്യൂ ഇത്തിരി കൂടെ ഒച്ചത്തിൽ സംസാരിക്കാൻ ചോദിക്കും. ഇവിടെ നേരെ എല്ലാവർക്കും കൂടെ ഒരെണ്ണം മതി. അതുപോലെ നല്ല നല്ല പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെടും, ഭയങ്കര പവർ പാക്ഡ് ആയിട്ടാണ്. പിന്നല്ല, നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഇത്. സത്യം പറയാം, നമ്മുടെ ഒരു ഒത്തൊരുമയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും മുമ്പോട്ട് പോകാനുള്ള കാര്യം. ഒരിക്കലും ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഒരു ക്യാമറാമാൻ ഒരാൾ മാത്രം കൊണ്ട് പറ്റത്തില്ല. ഒരു ക്യാമറമാൻ, എഡിറ്റർ എല്ലാം വേണം. പക്ഷെ ഒരു നാളും പണ്ട് പോലെ ലാസ്റ്റ് ഇതുവരെ നിൽക്കത്തില്ല ആരും. കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ആൾക്കാർ. എന്ന് വെച്ചാൽ ഓരോ ഇത് കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അടി വീഡിയോ, ഇപ്പം നേരെ ചോദിച്ചില്ലേ, അടി വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഇതുവരെയും ഒരു പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒരു ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ശരിയാത്തില്ല, ഇത് ശരി, അങ്ങനെ ഒരു ഇടക്കൊക്കെ വരുമല്ലോ പൊതുവേ. പക്ഷെ നമ്മുടെ ഇടയ്ക്ക് വന്നാലും പക്ഷെ നമ്മള് എവിടെങ്കിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോന്ന് കൊടുക്കും, ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പൊ ആ പ്രശ്നം അങ്ങോട്ട് കല്ലിവല്ലി ഇതിലൂടെ കേട്ട് ഇതിലൂടെ ഞങ്ങള് പൊതുവെ ആരും റോഡിക്കടക്കെ അടി ഉണ്ടാക്കിയിട്ടുള്ളത്. വഴക്കുണ്ടാക്കിയാലും അത് വീട്ടിലെത്തുന്ന ഞങ്ങൾ വരുത്തുള്ളൂ. ഞങ്ങള് സംസാരത്തിനിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അതങ്ങ് തീരും. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മടിയുള്ള ആർക്കാ? മടിയുള്ളതാ? മടിയുള്ളവരൊക്കെ മടിയേ ഉള്ളു. എന്തൊക്കെ കാര്യത്തിന് മടിയുള്ളത്? അവന് ജോലി ചെയ്യാൻ മടിയാ, രാവിലെ എഴുന്നേക്കാൻ മടിയാ, പല്ല് തേക്കാൻ മടിയാ, എല്ലാം മടിയാ. പറയുന്ന കേട്ടോ, പെണ്ണ് കെട്ടാൻ മാത്രം അവന് മടിയില്ലെന്ന്. എത്ര ജോലി ശരിയാക്കി കൊടുത്താലും ആ ജോലിക്ക് പോകും, അത് ശരിയാടാ. ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നില്ല അല്ലേ? അത് പെമ്പിളാരെ വിളിക്കാനും കുഴപ്പമില്ല, അതിന് മടിയില്ല, അതിനും മടിയില്ല. അവരൊരു നോട്ടം കൂടെ നോക്കുന്നുണ്ട്. പോട്ടെ, വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആരാ? വീഡിയോ ഇങ്ങനെ തന്നെ കിട്ടണം, ആംഗിൾ ഇങ്ങനെ തന്നെ വരണം, ഇതിങ്ങനെ കണ്ടന്റ് പോകണം, അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ആർക്കാ? ഞാൻ പറയും അൽത്താഫിനാണോ? ഓക്കെ, അൽത്താഫിനാണ്. ഞാൻ ഒരു ഷോട്ട് എടുത്ത് കഴിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കഴിയുമ്പം ഇപ്പം ഞാൻ തന്നെ ആണല്ലോ മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ അത് ശരിയായില്ലടാ അല്ലെങ്കിൽ പറയും, അപ്പം ഇതിന് റീടേക്ക് എടുക്കും. അത് മാത്രമല്ല ഇവന് നമ്മൾ എത്ര പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു തൃപ്തി വന്നില്ല പിന്നെ ഷൂട്ട്. അല്ല, ഞാനത് ഉറപ്പായിട്ടും പറയാനിരിക്കുകയായിരുന്നു. ഞാനിപ്പം അസ്ലമിനെ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് നിങ്ങളാണ് ആദ്യമായിട്ട് ചെയ്തതെന്ന്. എനിക്ക് ആകെ അറിയുന്നത് ഞാൻ വീഡിയോസ് കണ്ടു, നല്ല റീച്ച് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഓരോ ടാസ്കുകളും ഇല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും കൊടുക്കുന്ന കണ്ടന്റ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ ഓക്കെ, ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അസ്ലമിനെ കോൺടാക്ട് അസ്ലം പറയുമ്പോഴാണ് അറിയുന്നത് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾ അസ്ലമാണെന്നുള്ളത്. ആ പരിപാടി എനിക്കറിയത്തില്ല. അതിപ്പോ കാണുന്ന ഓഡിയൻസിനും ഒക്കെ ചിലപ്പോൾ അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ബിക്കോസ് കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കുറേ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കൊച്ചി ബേസ്ഡ് ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇതേ നിങ്ങളുടെ അതേ സെയിം പാറ്റേൺ, പബ്ലിക്കിന്റെ അടുത്ത് ഇറങ്ങുന്നു, ടാസ്ക് കൊടുക്കുന്നു, അതിന്റെ പൈസ കൊടുക്കുന്നു, ചാലഞ്ച് വെക്കുന്നു. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നല്ല കാര്യമാണ്. അതിനുശേഷം നമ്മൾ സൂപ്പർ ഫോളോവർ കൊണ്ടുവന്നു. ഇതിൽ ആദ്യം ഇത് കൊണ്ടുവന്നത് ഫസ്റ്റ് ആള് അസ്ലമാണ്. ഫസ്റ്റ് നമ്മളാണ്, നമ്മളെ ഒരു ഇതിൽ നമ്മളാണ് കൊണ്ടുവന്ന ഒരു രീതിയിൽ. അപ്പൊ എന്തൊക്കെ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നു പറഞ്ഞേ? ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫോളോവറിനെന്ന് വെച്ചാൽ ഈ ഹിന്ദിയിൽ, തമിഴ്, തെലുങ്ക് അങ്ങനെ നമ്മളെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ തുടങ്ങിയ ഒരു സംഭവമാണ്. എന്റെ പൈസ അല്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ പണിക്ക് പോയി എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ തുടങ്ങിക്കൊണ്ടിരുന്നത്. ഉള്ള കാര്യം പറയാം. ഒരു 2 ലക്ഷം ഫോളോവേഴ്സ് വരെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നാണ് കൊടുത്തത്. അപ്പോൾ 2 ലക്ഷം ഫോളോവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ നമുക്കിത് അത്യാവശ്യം മാനേജ് ചെയ്തു. എന്നാലും പറയാലോ, ഈ പ്രൊമോഷൻ കിട്ടുന്ന പൈസ ആയാലും ഏകദേശം ഒരു 90% പൈസ നമ്മൾ പബ്ലിക് കൊടുത്തേക്കോ. നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് വലിയ രീതിയിലുള്ള സേവിങ്സ് കാര്യങ്ങളും നമുക്കിപ്പം നമ്മുടെ ഇത്രയും വീഡിയോസ് ചെയ്ത് അപ്പൊ അവര് കിട്ടിയവർക്ക് അറിയാം നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറഞ്ഞു പറയിപ്പിച്ചിട്ട് നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എന്ന രീതി ചെയ്യാം. ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല, എല്ലാം ഓൺ സ്പോട്ട് നടക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അറിയാം അവർ ജെന്യൂൻ. നമ്മളിപ്പോ ഒരാളെ ചെന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ലുക്കും മനസ്സിലായി. നമ്മളൊരു ആ ഒരു രീതിയിൽ നമ്മൾ ഒരാളത്ത് അല്ലെ ചിലവരൊക്കെ ചെയ്യുന്നത് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വീഡിയോ എടുക്കാൻ ഒരാൾ പോയി പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ ഞാൻ ജസ്റ്റ് വരും, അപ്പം ഇവിടെ നിൽക്കും, ഓക്കെ ആണോ, വീഡിയോക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയല്ല, അവിടെ നിന്ന് തന്നെ നമ്മൾ ഫോളോ ആയിട്ടുണ്ടോ എന്നാൽ 30 സെക്കൻഡ് ഏറ്റവും കാർഡ് പോയി പൈസ എടുത്തു. അവരാ നമ്മൾ അടിക്കുന്നത് സാധനം സ്പോട്ടിൽ കിട്ടുന്ന സാധനം നമുക്ക് ശരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിരുന്ന പൈസ എത്ര എമൗണ്ട് ആയിരിക്കും? 50 രൂപയൊക്കെ നമുക്ക് സ്പോൺസർ ഇല്ലാതെ നമ്മൾ പോയിട്ടുണ്ട്. 50,000 രൂപ ഒരു വീഡിയോക്ക് പോയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ഫോളോറിന്റെ മറ്റേ ഒരു ദിവസം നമുക്ക് എന്ത് ആഗ്രഹവും സാധിച്ചേക്കെ 24 മണിക്കൂർ നമുക്ക് എന്റെ കൂടെ നിൽക്കാം എന്നുള്ള സംഭവം നമ്മൾ കൊണ്ടുവന്നത്. ATM ചലഞ്ച് കേരളത്തിൽ ഫസ്റ്റ് ATM ചലഞ്ച് നമ്മളാണ് കൊണ്ടുവന്നത്. ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ. നമുക്ക് എവിടെയും പറയാം, എന്റെ ഐഡിയ ആണ്. നമ്മൾ 30 സെക്കൻഡ് നമ്മുടെ ഫോളോവർ ആണെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് ATM കാർഡ് കയറി എത്ര പൈസ വേണമെങ്കിലും എടുക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ ഐഡിയക്ക് ഇത് പറ്റത്തില്ല. നമ്മൾ 4 പേരൂടെ രാത്രി സമയം കിട്ടുമ്പോൾ എല്ലാം വിളിക്കും. ഒരു മണിക്കൂർ അതാണ്, ഒരു മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. പക്ഷെ നമ്മൾ കണ്ടന്റ് 4 പേരോട് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് കൊണ്ടുവന്നാൽ കൊള്ളാം, എത്ര റീച്ച് കേറാം. അല്ല, ഈ 30 സെക്കൻഡ് ATM കാർഡ് കൊടുത്തിട്ട് പോകുമ്പോ എത്ര എമൗണ്ട് അവർക്ക് എടുക്കാലോ. നിങ്ങൾക്ക് അത് വൻ റിസ്ക് അല്ലേ? അതല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മള് അതിന് ഏറ്റവും കൂടുതൽ ഇത്ര എമൗണ്ട് പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു 10 കാരണം ഒറ്റ ക്ലിക്ക് 10 കൂടുതൽ എടുക്കാകത്തില്ലല്ലോ. 10 പിന്നെ സൂപ്പർ ഫോളോവർ അത് എന്റെ ഐഡിയ. ലാസ്റ്റ് 5 വീഡിയോ ലൈക്ക് കമന്റ് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ആണ്. അത് ഭയങ്കര ഹിറ്റ് സംഭവം എന്ന് വെച്ചാൽ ഇനി പറയാനേ ആരുമില്ല. സൂപ്പർ ഫോളോവർ എന്ന് പറയാൻ ഇനി ആരുമില്ല. എല്ലാരും സൂപ്പർ ഫോളോവർ അത് സൂപ്പർ സംഭവം. ഫോണായിട്ട് എന്നിട്ട് നിങ്ങൾ എന്റെ സൂപ്പർ ഫോളോവർ ആണോ എന്ന് എല്ലാരും അത് ചോദിക്കുന്നത്. ശരി, ആ പേജ് അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലേ. ഒരു വീഡിയോ പോസ്റ്റ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ലൈക്ക് കയറത്തില്ല, കമന്റ് കയറത്തില്ല. എന്ന് വെച്ചാൽ വീഡിയോയുടെ വ്യൂസ് പോകും, പക്ഷെ ആരും ലൈക്ക് ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടോ? ലൈക്ക് ചെയ്യാറുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യും. നമ്മളെങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊണ്ടുവന്ന സൂപ്പർ ഫോളോവർ, നമ്മൾ സൂപ്പർ ഫോളോവറിനെ അത്രയധികം സ്നേഹിക്കും. നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർ ലാസ്റ്റ് ഇട്ട് 5 വീഡിയോ കമന്റും ലൈക്കും ഷെയറും ചെയ്ത സെറ്റാണ്. ആ ഐഡിയ ഒക്കെ ശരിക്കും ഉണ്ടല്ലോ. ഞാൻ നന്നായിട്ട് ഇപ്പൊ ഞെട്ടി. കാര്യം ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങളാണ് കൊണ്ടുവന്ന് അറിയാതെ ഞാൻ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലുണ്ടല്ലോ. നമ്മള് എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഇന്റർവ്യൂ എവിടെ കൊടുത്താലും നമ്മൾ ആ രീതിയിൽ നമ്മൾ മേക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം എല്ലാം റെഡി ആക്കിയിട്ടേ കൊടുക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയാം, നമുക്ക് യൂട്യൂബിൽ 1 ലക്ഷം അടിച്ച് ഇപ്പൊ വേണ്ട 9 ലക്ഷം ആവുന്നു. പക്ഷെ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി. ആ പ്ലേ ബട്ടൺ എന്തേ പൊട്ടിച്ചില്ല. 10 ലക്ഷം ആവുമ്പോൾ 2 കൂടി വാങ്ങിച്ച് ഒന്നിച്ച് പൊട്ടിക്കാന്ന് വിചാരിച്ചു. എനിക്കറിയത്തില്ല ഇന്നേ വരെ ഒരു യൂട്യൂബർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് പൊട്ടിക്കാതിരിക്കുന്നു. എല്ലാരും കിട്ടുമ്പോ ആകാംക്ഷ പൊട്ടിച്ച് വലിച്ചു നോക്കും. എനിക്കറിയില്ല കേരളത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ കിട്ടി കഴിയുമ്പോൾ ആൾക്കാരോട് ഷെയർ ചെയ്യാനും, മനസ്സിലായോ, ഷെയർ ചെയ്യാനേ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ ആൾക്കാർ കാണിക്കണമെന്ന് നമുക്ക് ആ ഒരു ഇതില്ല. എന്ന് വെച്ചാൽ നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം അറിയാം, പണ്ട് മൂലം എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് മാത്രം നമ്മൾ 10 ലക്ഷം കിട്ടുമ്പോൾ 10 ലക്ഷത്തിന് കിട്ടുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് ആണ്. ഉറപ്പായിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇന്റർവ്യൂ ഇറങ്ങി വിത്തിൻ 1 മന്തിനുള്ളിൽ 10 ലക്ഷം കവർ ചെയ്യും. ഗോൾഡ് ബട്ടൺ 2 ബട്ടൺ പിടിച്ചിട്ട് എന്താ പൊട്ടിച്ച് ഞങ്ങൾ വീഡിയോ ഇട്ടിരിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ, അടിപൊളിയാവട്ടെ. അത്രയും കോൺഫിഡൻസ് ആണ് ഞാൻ കമന്റ് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സംഭവിക്കട്ടെ. പക്ഷെ ഭയങ്കര അപ്പം ഒരുപാട് കമന്റ് വരുമായിരിക്കും. ഇതിപ്പം 100K കിട്ടുന്ന സംഭവമാണ്, മനസ്സിലായി. 1 ലക്ഷം ഫോളോവേഴ്സ് കിട്ടുമ്പോൾ ഇത് 10 ലക്ഷം ആണ് രണ്ടും കൂടെ ഒരുമിച്ച് പൊട്ടിക്കുന്ന ആദ്യത്തെ ഒരു യൂട്യൂബർ ആയിരിക്കും. ആദ്യത്തെ നിങ്ങൾ തന്നെ ആയിരിക്കും. ആദ്യത്തെ യൂട്യൂബർ ആയിരിക്കും. അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇൻകം വരുന്നുണ്ടല്ലോ നല്ല യൂട്യൂബിൽ നിന്നുണ്ട്, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആണ് ഇൻകം കൂടുതൽ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഇതാകുന്നില്ല, അല്ല പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുന്നത്. ഈ ഓൺലൈനിൽ പേജ് മാനേജ് ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ. ബാക്കി നിങ്ങളുടെ നിങ്ങൾ വീഡിയോസ് എന്തൊക്കെയാ? വീഡിയോ എഡിറ്റിംഗ്, ക്യാമറ. ഓ, നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ രീതിയിൽ മൂഡ് അനുസരിച്ച് ഇവന്മാർക്ക് എന്തോ ചെയ്യുന്നത്, അല്ല ഇന്ന ഡ്യൂട്ടി ഒന്നുമില്ല. വേണമെങ്കിൽ ഞാനും എഡിറ്റ് ചെയ്യാറുണ്ട് വീഡിയോ, ഉള്ള കാര്യം പറയാല്ല. ഇവന്മാർ എഡിറ്റ് ചെയ്യാറുണ്ട്, അവ എഡിറ്റ് ചെയ്യാറുണ്ട്, ഇവൻ എഡിറ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യാറുണ്ട്. വീക്ക്ലി എത്ര വീഡിയോസ് എടുക്കും? വീക്കിലി അങ്ങനൊന്നുമില്ല, അങ്ങനെ എണ്ണമൊന്നുമില്ല. എടുക്കാൻ വരുന്ന എടുക്കും. ഒറ്റ മൈൻഡാണെങ്കിൽ ഒറ്റടിക്ക് 5 വീഡിയോ ഒക്കെ എടുക്കും. വേറെ കാര്യം, ഒരു ദിവസം നമ്മൾ ഇറങ്ങിയിട്ട് ജിൻഷാ എന്നാളാ നമ്മളൊരു 12-13 വീഡിയോ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ എറണാകുളത്ത് മറൈൻ ഡ്രൈവ്. അതെന്താ? ഒരു വർഷം മുമ്പ്. നിങ്ങൾ എത്ര നാളെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 2023 ജൂൺ 29 സ്റ്റാർട്ടിങ്. എല്ലാം പക്കാണ്, മനസ്സിലായോ? ഇത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാണോ? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമല്ലേ, ആരായാലും ചോദിക്കാം ഇപ്പൊ എന്നാ തുടങ്ങിയത്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണം എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പറഞ്ഞില്ലേ പ്രശ്നമാകത്തില്ല. ലൈൻ സെറ്റായ ഡേറ്റ് ചോദിക്കത്തില്ലേ? അങ്ങനെ ഉണ്ട്. ലൈൻ സെറ്റായ ഡേറ്റ് ജൂൺ 29. ഒന്നുമില്ലല്ലോ, നമ്മളെ ഒരു തുടക്കം വിടുന്നില്ലേ എല്ലാം. പിന്നെ ഉറപ്പായിട്ടും 2 കൊല്ലം കൊണ്ട് ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും സപ്പോർട്ടിങ്. ഞാൻ പറയുന്നത് ഫോളോവേഴ്സിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് അത് ഭയങ്കര. ഞാൻ ഭയങ്കര ടു ബി ഹോണസ്റ്റ് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ഇവരോട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജിംബുമ്പ ഇത് എന്താണ് ഇത്? അങ്ങനെ ആൾക്കാർ സംസാരിക്കും. ചിലർക്ക് സംശയം എന്നെ കാണുമ്പോ ജിംബുമ്പ തന്നെ ആണോ? പക്ഷെ സംശയിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇത്ര ഞെട്ടത്തില്ല. ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് നേരെ വന്നിട്ട് ജിംബുമ്പ ഞാൻ ഫോളോവർ ആണ് അങ്ങനെ പറഞ്ഞിട്ടാ വരുന്നത്. അതാ ഗൈസ്, നമ്മൾ കുറച്ച് മുമ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയായിരുന്നു. അതെ, അയ്യോ ഇഷ്ടം പോലെ ആൾക്കാർ, അപ്പൊ കുറെ ആൾക്കാർ ഓടി വന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു 300-400 ഇന്റർവ്യൂസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കുറേ സെലിബ്രിറ്റീസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, പല ആൾക്കാരായിട്ട് പുറത്തു പോയിട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ പബ്ലിക് റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ട ഫസ്റ്റ് എക്സ്പീരിയൻസ് ജിംബുമ്പ ആയിരിക്കും. കാര്യം അവരുടെ ആ ഒരു എക്സ്പ്രഷൻ, അവരുടെ ഒരു സന്തോഷം, നമ്മളെ കാണുമ്പോ ഒരു സന്തോഷം. എനിക്ക് കൂടുതൽ വേണ്ട, അവർ എന്റെ അടുത്ത് ഓടി വരുന്ന ആ സ്നേഹം, ഒരു ഫോട്ടോ എടുക്കുന്നത് ഞാൻ അത്രയും ആഗ്രഹിച്ചു. എനിക്ക് അതിൽ കൂടെ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഞാൻ എത്ര ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ജാങ്കോ സ്പേസിൽ തന്നെ ഗസ്റ്റുകളെ വിളിക്കുക എന്നുള്ള ഡ്യൂട്ടി എന്റെയാണ്. വരുന്ന ഇന്റർവ്യൂസിന് വരുന്ന ആരാണെങ്കിലും വിളിക്കേണ്ട ഡ്യൂട്ടി എന്റെയാണ്. ഇപ്പൊ PR ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന ഇന്റർവ്യൂ ആണെങ്കിലും വേറെ ഏത് ആങ്കർ എടുക്കുന്ന ഇന്റർവ്യൂ ആണെങ്കിലും ഞാനാ വിളിക്കേണ്ടത്. ഞാൻ ഇന്ന് വരെ വിളിച്ചിട്ടുള്ള, അതിപ്പോ സിനിമാ നടന്മാരോ നടിമാരോ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരും വേണേ ആയിക്കോട്ടെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരാൾ ഞാൻ വിളിക്കുന്ന സമയത്ത് എപ്പോൾ വിളിച്ചാലും ഫുഡ് കഴിച്ചോ, സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആളേ ഉള്ളൂ. ആ ആള് അസ്ലമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ എപ്പോൾ വിളിച്ചാലും അസ്ലമേ ഞാൻ ജാങ്കോ സ്പേസിൽ നിന്നാണ്, ഇന്റർവ്യൂവിന്റെ ടൈം അപ്പൊ തന്നെ ആ ഒരു നമ്മൾ ഇന്ന ഡേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചോദ്യം, പിന്നെ നീ എവിടെയാ ഫുഡ് കഴിച്ചോ? എന്റെ കൂടെ ഇരുന്ന് പഠിച്ചു കളഞ്ഞ എന്നോട് ചോദിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് എല്ലാവരും. ഞാൻ പിന്നെ വേറെ കാര്യം, ഈ ഒരു കാര്യം പറയാം. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആയാലും ഞാൻ എല്ലാ ദിവസം വീഡിയോ കഴിയുമ്പോൾ ഒരു കാര്യം ആൾക്കാർക്ക് പറയും. ലാസ്റ്റ് നമ്മൾ വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം എല്ലാവരും എന്നത്തെയും കൂടെ തന്നെ ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നത്തെ കൂടെ ചുമന്ന ലവ് ഹാർട്ട് അടിക്കാൻ പറയും. ഞാൻ എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് പറയുന്ന ആരും ഫുഡ് കഴിച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന ഇതൊക്കെ ഉള്ളു. എപ്പൊ ഞാൻ വിളിച്ചാലും, ഇന്നലെ ഞാൻ കൺഫർമേഷൻ വിളിച്ചപ്പോഴും സംസാരിച്ച് വെച്ചത് പിന്നെ നീ എവിടെയാ? അപ്പൊ ഞാനോ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എന്നോട് തന്നെ ചോദിക്കുന്നതാണ്. എന്റെ മൈൻഡ് പെട്ടെന്ന് അതാ ഞാനോ എവിടെയാ? ഞാൻ പറഞ്ഞ ഓഫീസിലാ. സുഖല്ലേ? സുഖം. കഴിച്ചോ? കഴിച്ചു. ഞാൻ ഇതെന്താ എന്നെ ഒരു പരിചയം പോലും ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കഴിച്ചു, നീ കഴിച്ചു, ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരേ ഒരാള് അസ്ലമായിരിക്കും. മനുഷ്യൻ ഞാൻ ഇതായിട്ട് പറഞ്ഞാണ്. കാര്യം എല്ലാവരും ഫോൺ എടുത്തിട്ട് നമുക്ക് ഇന്ന ഡേറ്റിൽ ഷെഡ്യൂൾ ചെയ്യാം, ഇന്ന ടൈമിൽ അത്രേ ഉള്ളൂ. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം കണ്ടു വളർന്നത്. അപ്പൊ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ജാടാന സംഭവം ഉണ്ട്. ആ ജാടാന സംഭവം ഇല്ല. സംഭവം ഞാൻ ചുമ്മാ പുകഴ്ത്തി പറയുമല്ലോ, എനിക്ക് അങ്ങനത്തെ സംഭവമല്ല. ഞാൻ ഒരുപാട് സെലിബ്രിറ്റി അവരെയൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ആൾക്കാർ ഇങ്ങനെ ഒരു രീതിയിൽ ചില ആൾക്കാർ നിൽക്കും. പക്ഷെ ഞാൻ സംസാരിക്കാം, ഞാൻ ആരെ കണ്ടാലും ഏത് ആളെ കണ്ടാലും എൻ്റെ ചിലപ്പോൾ ജിമ്മുമാ ചിലപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ട് സംസാരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ്. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഞാൻ.
കാരണം വെച്ചാൽ നമുക്ക് അവർക്ക് തോന്നണം നമ്മൾ ആ രീതിയിലാണെന്ന്. ആ രീതിയിൽ നിക്കത്തുള്ളൂ ആരെടുത്താലും. ഒരു മാറ്റമില്ല. കൂട്ടത്തിലെ കുറച്ച് മിണ്ടാതിരിക്കുന്ന ആള് സംഗീതമാണോ? അല്ലല്ല, അവൻ സംസാരിക്കും, ക്യാമറ കാണാണ്ടായിരിക്കും. തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. സ്റ്റാർട്ട് രണ്ടുപേർക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്ദി നമസ്കാരം. ഞാൻ പൊതുവെ അങ്ങനെ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മതി, അവൻ സംസാരിച്ചോളൂ. സംസാരിക്കാറില്ല. അല്ല, ആദ്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങള് ആദ്യം ചെയ്ത സാധനം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ട് കാർ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 5 ആ ടൈം ഇറങ്ങി. അതിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ അതിന്റെ റിവ്യൂ നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി ഫസ്റ്റ് സാധനം ഞാൻ ചെയ്തത് റിവ്യൂ. അതിനുശേഷം വേറെ സാധനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയത്തില്ലല്ലോ, ഞാൻ സെലിബ്രിറ്റി കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഞാൻ ആൾക്കാരത്ത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സാധനം പോയിട്ട് ആൾക്കാരത്ത് വെച്ച് കുറച്ച് പിള്ളേർ നടന്നു വന്നു. അപ്പം നമ്മളടുത്ത് തോന്നുന്നത് എന്താ, അന്ന് എന്തോ ഒരു മീഡിയയുടെ വരെ രാജപ്പം മീഡിയ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങൾ ഫ്രാങ്ക് പരിപാടി എന്നെ മനസ്സിലായോ, ഞാൻ രാജപ്പം മീഡിയയിലെ ആളാണ്, ഞാൻ ഇന്ന വയറിലാഴിയില് മറ്റേ നാലിപ്പൂമ്പഴം എറിഞ്ഞു കൊടുക്കുന്ന ട്രെയിനിനകത്ത് അങ്ങനത്തെ ഒരു വിഷയ സംഭവമാണ്. പക്ഷെ അതെന്താ, ഞാനിപ്പോൾ ഇത് നിന്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞുതരാം, പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ അറിയാന്നുള്ള രീതി, എന്റെ ഫോളോവർ ആണെന്നുള്ള രീതി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ അവിടെ ജസ്റ്റ് ഞങ്ങൾ എന്താ വണ്ടിയിൽ ഇങ്ങോട്ട് മനസ്സിലായില്ലല്ലോ, ഒന്നൂടി പറഞ്ഞുതരാം. മനസ്സിലായില്ലോ പറയണ്ടായോ? ഞാൻ ബുദ്ധിജീവി എക്സ്പ്രഷൻ ഇട്ടായിരുന്നല്ലോ. അവന് മനസ്സിലാവും, അവൻ ഇച്ചിരി ഇതാ, പറഞ്ഞുതരാം. ഓക്കെ, നീ പ്രാങ്ക് ചെയ്തു, അതെനിക്ക് പിടി കിട്ടി. നിങ്ങളിപ്പം അവിടെ ഇരിക്കുന്ന ടൈമില് ഞാൻ എന്താ ഇരിക്കുന്ന ടൈമല്ല, നടന്നു പോകുന്ന ടൈമില് ഞാനും ഇവനും വണ്ടി വന്നപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനൊരു രാജപ്പം മീഡിയ എന്തെങ്കിലും മീഡിയ അല്ലേ ഉള്ള, ഞാനൊരു സെലിബ്രിറ്റി ആണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊന്നും ഇല്ല, എനിക്ക് 100-200 ഫോളോവേഴ്സ്, ഞാൻ വട്ടപ്പൂച്ചി ഉള്ള കാര്യം പറയാലോ, ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ എന്താ ഞാൻ ഇങ്ങോട്ട് വരുമ്പം എന്നെ അറിയാമെന്നും എന്റെ ഫോളോവർ ആണെന്നും പറയണമെന്ന് പറഞ്ഞു. മനസ്സിലായ ആ ഒരു വീഡിയോ. പിന്നെ ഇത് വേറെ പുള്ളി ചെയ്യുന്നതല്ലേ, ഒരു പാട്ട് പാടുന്ന ഒരു ചേട്ടൻ ഈ പരിപാടി ചെയ്യാറുണ്ടല്ലോ. അതിനു മുമ്പ് നമ്മൾ ഈ സാധനം ചെയ്തത് പണ്ട് ചെയ്തതാ, അതിനുശേഷമാണ് പുള്ളി ചെയ്തത്. ഞങ്ങള് 2 കൊല്ലം മുന്നേ ലേഡി എടുത്ത് ചോദിക്കുന്നത്, നിനക്കെല്ലാം അറിയാക്കി ഒരു പാട്ട് പാടിയ കഴിഞ്ഞാൽ നിനക്ക് ഒരു മാജിക് മൂവ്മെന്റ് ആയിട്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. അതിന് മുമ്പേ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ സംഭവം പുള്ളി എടുത്തത് എപ്പോഴാ, അത് കുറച്ച് ആള് എത്ര ഒരു വർഷം പോലും ആയി കാണത്തില്ലല്ലോ. അതിട്ടിട്ട് പാട്ട് പാടിയല്ലേ ഇതായത്, പാട്ട് പാടിയ അന്നേരം പുള്ളിക്ക് അത്രയും ഫോളോവേഴ്സ് ഇല്ല, ആ വീഡിയോ ഇട്ടപ്പോ തന്നെ. അതാണ് നമ്മൾ ആദ്യം ചെയ്ത് കുറച്ച് സാധനം നമ്മൾ അങ്ങനെ ചെയ്താൽ പിള്ളേർ പോയി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്ന പിള്ളേർ പറഞ്ഞു, ആ രാജപ്പം മീഡിയ ആളല്ലയോ, മറ്റേ നായ്പൂമ്പര എറിയുന്ന മറ്റേ വീഡിയോ ചേട്ടന്റെ വൈറലല്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് ഞാൻ മോളെ ഇത് എല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞ്, മോളെ എന്താ ഫോളോവർ ആയ സ്ഥിതിക്ക് എന്താ മഞ്ച് എന്താ കൊടുത്തന്ന്, 5 രൂപ മഞ്ച് കൊടുത്തു, പറയാം മഞ്ച് കൊടുത്തു പറഞ്ഞേ. അപ്പൊ ശരി എന്നാ കേട്ടോ, എനിക്ക് അത്ര ഫോളോവേഴ്സ് ഒന്നുമില്ല, വീഡിയോ രാജപ്പം മീഡിയ ഒന്നല്ല ജീമ്പൂം വാന്ന പ്രാങ്ക് ആയിരുന്നു പറഞ്ഞപ്പോ കൊച്ചൊരു ചീത്ത വിളിച്ചു. നമ്മൾ ഈ പറയുന്നത് വീഡിയോ എടുത്ത് വെച്ച മനസ്സിലായി, ഇന്ന പോലെ ഞങ്ങൾ വരും എന്ന് പറയും, അത് ഞങ്ങൾ വീഡിയോ എടുത്തു അവരെ പറ്റിക്കാൻ വേണ്ടി ഒരുമിച്ചായിട്ടത്. കൊച്ചൊരു ചീത്ത വിളിച്ചപ്പോ എന്റെ ദൈവം, കൊള്ളാം, ഐഡിയ കൊള്ളാം. എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ എന്തെങ്കിലും ഈ ആക്ടിങ് വീഡിയോസ് അല്ലെങ്കിൽ മറ്റേ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്, ഫുഡ് വ്ലോഗ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീംബൂമ്പ ചാനൽ പേരിട്ട ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാകും, മറ്റൊരു ട്രാവൽ വീഡിയോ അങ്ങനത്തെ സാധനം ചെയ്യുമ്പോൾ എന്താ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നില്ല, നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനഹൃദയങ്ങളിലാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ വേറെ കാര്യം, നമ്മൾ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർക്ക് ഹെൽപ്പാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വേറെ സാധനം എന്ന് വെച്ചാൽ ഇപ്പം ആരും പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പം ഫോളോ ആയിട്ടുണ്ട് എന്നാ പിടിക്കുന്ന നമ്മൾ കൊടുക്കുന്നത്, അവര് പോലും അറിയാതെ അവരെ ഹാപ്പിനെസ് ആക്കുകയാണ് നമ്മുടെ ജോലി. അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡ്രസ് കടയിൽ കയറിയിട്ട് തന്നെ 30 സെക്കൻഡിൽ ഇഷ്ടമുള്ള എത്ര ഡ്രസ് വേണം എടുക്കാം. അതുകൊണ്ട് ഫർണിച്ചർ കടയിൽ കയറ്റിയിട്ടുണ്ട്, 30 സെക്കൻഡ് ഇഷ്ടമുള്ള ഫർണിച്ചർ എടുക്കാം. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഫർണിച്ചർ കടയിൽ കയറി 30 സെക്കൻഡ് ഇഷ്ടമുള്ള ഫർണിച്ചർ എടുക്കാം. ആർക്കെങ്കിലും പറ്റുമോ? എത്ര രൂപയായി? എടുക്കും, നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻസ് ആണ്. ആ പ്രൊമോഷൻസിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. തെറ്റായിരിക്കും, എനിക്ക് നെഗറ്റീവ് വരും കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിചാരിച്ചതിൽ കൂടുതൽ ഫണ്ട് പോയിട്ട് വിഷമം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഫർണിച്ചർ തന്നെ പറഞ്ഞു, നമ്മൾ ആ പ്രൊമോഷൻ ചെയ്യുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് നമുക്ക് എന്താ ഒരു ഇതിൽ കുറയുമായിരിക്കും. മനസ്സിലായോ? ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്താ, കിട്ടുന്ന പൈസ പോക്കറ്റിൽ വെക്കും, നമ്മൾ കിട്ടുന്ന പൈസ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു, അത്ര തന്നെ. അത്രേ ഉള്ളൂ. ഓക്കെ. അല്ല, ചോദിക്കട്ടെ, ഈ നമ്മള് പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഇറങ്ങി ചെന്ന് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മോശം അനുഭവം വലുതായിട്ടുണ്ടായെങ്കിലും ഈ ഇടയ്ക്കൊക്കെ 2-3 ഉണ്ടായി. ഇത്രയും നാളുകൊണ്ട് അങ്ങനെ ഇതായിട്ടില്ല. ഇടയ്ക്കൂടെ വെച്ചിട്ട് ആ വീഡിയോ അങ്ങനെ ചെയ്യാം. ഒരു KCB കാരൻ ഉള്ള കാര്യം പറയാലോ, ഒരു KCB കാരൻ പുള്ളിക്കാരന് എന്താ ട്രാൻസ്ഫോമർ അവിടെ പണി എടുത്തോണ്ടിരിക്കുക, വേറെ അവിടെ താഴെ 2 പേരിക്കും, ഒരു പണി നിൽക്കാതെ വായം നോക്കി വായം തുറന്ന് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെന്നിട്ട് ചോദിച്ച് ഒരു പ്രൊഡക്റ്റിന്റെ ഇതായിരുന്നു ചോദിച്ച് കാര്യം ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് അറിയത്തില്ലെന്ന്.
അപ്പൊ അപ്പുറത്ത് നിന്ന് ഉദ്ദേശം പോയിക്കുക ഇപ്പം പണിയെടുക്കുമല്ലേ, നീ എന്തിനാ അവന്റെ വീഡിയോ എടുത്തത്? ഞാൻ ചോദിച്ചു ഇയാളെ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നത്, ഇയാൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ല. ഞാനങ്ങ് പോകത്തില്ല ക്യാമറയും കട്ട് ചെയ്തിട്ട്. അപ്പൊ എന്റെ അഞ്ച കയറുക. ഞാൻ പറഞ്ഞു താങ്കൾക്ക് ഞാൻ ചോദിച്ചോ താങ്കൾക്ക് താല്പര്യം ഇല്ലെന്ന് പറയണം. അതിന് മറ്റേ ആള് പറയാൻ വീഡിയോ എടുക്കൂല, ഇയാൾ പണിയെടുക്കും. ഞാൻ ചോദിച്ചു വായി നോക്കിക്കുന്ന ആളെങ്ങനെ പണിയെടുക്കുന്നത്? ഞാൻ ചോദിച്ചു ഇയാൾ താഴെ ഇരിക്കൂല, ഞാൻ മറ്റേ ആളല്ലേ മേടിക്കുന്നത്. അപ്പൊ പറയും അവൻ പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ, ഇയാള് മേളിൽ നിന്ന് പണി എടുക്കുവാണെങ്കിൽ താഴെ ഇരിക്കുന്ന ഇവൻ പണി എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്. അതും ഒരു പണിയാണല്ലോ ഇപ്പൊ, അത് വല്ലാത്തൊരു പണിയാണ് ഇപ്പൊ. ഓക്കെ, അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയല്ല, വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടന്റ് എടുത്ത് പൈസ കൊടുത്ത് ടാസ്ക് എല്ലാം ചെയ്തതിന് ശേഷം ഇടരുതെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളിടും. പണം അവരുടെ ചോദിച്ചിട്ട് നമ്മൾ എടുക്കുന്നത്, ചോദിച്ചിട്ട് എടുക്കുക. അപ്പൊ അവർക്ക് പറയാം വീഡിയോ എടുക്കരുത്, എനിക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. ആർക്ക് വേണേലും പറയാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അതേസമയം അവർ പറയാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചാനൽ നമ്പറിൽ കടന്ന് വിളിച്ചിട്ട് നമ്മൾ അറിയുവാണെങ്കിൽ ഇനി അങ്ങനെ കോള് കിട്ടാത്ത നമുക്ക് എത്ര പേരും അറിയാലോ. ഒരു ദിവസം നമ്മുടെ ചാനൽ നമ്പർ കോള് വരുന്നത് വെച്ചാൽ അത്രയധികം കോളാ. കാരണം വെച്ചാൽ 2 മില്യൺ മേളിൽ ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ട് ഈ പ്രൊമോഷൻസ് കൊടുത്തേക്കുന്ന നമ്പരാ. പക്ഷേ നമ്മുടെ ഫോളോവേഴ്സും കുറെ ആൾക്കാർ കടന്ന് വിളിക്കും. ഇങ്ങനെ അറിയാം കോൾ എടുക്കുന്ന ബുദ്ധിമുട്ട്. രാത്രി 12 മണിക്കൊക്കെ വിളിച്ചിട്ട് എന്തുവാണ് പറയുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും. എന്താ പറയാ, ഫാൻസ് ഒക്കെ വിളിക്കാത്തില്ലേ കോളിൽ? ഫാൻസ് വിളിക്കും, എന്താ പറയാറ്? പറഞ്ഞിട്ട് വിളിക്കും, ജിമ്മുമ്പായി കാണണം, സംസാരിക്കണം. ഞാൻ പറ്റുന്നതല്ല ഞാൻ സംസാരിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യമുള്ളതൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കൊരു ഇതുണ്ടല്ലോ, എന്നുവെച്ചാൽ അവന് ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നതും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ടയർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാം കൂടെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മാക്സിമം പിറ്റേ രാവിലെ വിളിച്ചിട്ട് ആ നോട്ട് ചെയ്യും, നമ്പർ നോട്ട് ചെയ്തിട്ട് തിരിച്ച് വിളിച്ചിട്ട് കോൾ കണക്ട് ചെയ്തിട്ട് സംസാരിക്കും. പിന്നെ രാത്രി വിളിക്കുന്നവരൊക്കെ ഉണ്ട് 12 മണിക്ക്, വെള്ളം അടിക്കാനൊക്കെ ആയിരിക്കും. വിളിച്ചിട്ട് 500 ഇട് 100 ഇട് ഫോളോവർ, പിന്നെ നിന്നെയൊക്കെ എന്തിനാ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നത്, എനിക്കിപ്പം മദ്യപിക്കണം, അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളെന്താ കൊടുക്കുന്നത്? നിനക്ക് വെള്ളം അടിക്കാൻ നിന്റെ കാശിന് പിടിക്കണം. അതാണ് നമ്മളെന്താ കൊടുക്കുന്നത്, നിനക്ക് വെള്ളം അടിക്കാൻ നീ. അല്ല, മുഹമ്മദ് അസ്ലം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ടോ? പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അതില് ജിമ്മു ഫ്രണ്ട്സ് വരാറുണ്ടോ? ഉണ്ടോന്നാ വന്ന് മറിയോ പെണ്ണുങ്ങളൊക്കെ. ആ പോയിന്റിലേക്ക് ഞാൻ വരാം. പ്രൊപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ ജിംബുമ്പയ്ക്ക്? എന്നിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? നമ്മൾ ആ രീതിയിൽ അങ്ങ് മയത്തിൽ വിടും. ആ രീതി ആ രീതിയിൽ മയത്തിൽ വിടുമ്പോ എന്താ ഓൾറെഡി ലവർ ഉണ്ട രീതിയിൽ അങ്ങ് പറഞ്ഞു വിടും. മയത്തി വിടുന്നല്ലേ പറഞ്ഞില്ലായിരുന്നു, ഫുഡ് കഴിച്ചോ ചോദിച്ചു. അതേ നമുക്ക് മയത്തിൽ അതല്ല, ഇവ കേറുന്നതിന് മുമ്പേ പറഞ്ഞ് ഇവന് ലൈനുള്ള കാര്യം ഇവിടെ പറയായിരുന്നു പറഞ്ഞു. ശരി, കേറുന്നതിന് മുമ്പേ പറഞ്ഞ് അങ്ങനല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ അങ്ങനെ പൊതുവെ ആരോടും കമ്മിറ്റഡ് ആണെന്ന് ചോദിക്കാറില്ല. പക്ഷേ ഇത് കേട്ട സ്ഥിതിക്ക് ഇന്റർവ്യൂ സത്യാവസ്ഥയുണ്ടോ? നമ്മള് കമ്മിറ്റഡ് ഒന്നുമില്ല. അങ്ങനെ പറയാൻ പറഞ്ഞു പറയട്ടോ. ഇനിയിപ്പോ ഉണ്ടേലും ഇല്ലേലും നമുക്കിപ്പോ എന്താ ഒരു പ്രശ്നവും ഇല്ല. കാരണം വെച്ചാ നമ്മളിപ്പോ അല്ല, നമ്മൾ അങ്ങോട്ട് ഇഷ്ടം പോലെ കൊടുക്കും, ഇങ്ങോട്ട് ഗിഫ്റ്റ് ഒക്കെ വരാറുണ്ട്. ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും വരാറുണ്ട്. ഓരോരുത്തർ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇട്ട ഒരു അടിപൊളി വാച്ച് ആയിരുന്നു, ഒരു വാച്ച് നമ്മുടെ അസ്ലമിലെ അഡ്രസ് കൊള്ളാലോ. കുറെ ഗിഫ്റ്റ് ഇങ്ങോട്ടും കിട്ടും, കുറെ ഗിഫ്റ്റ് അങ്ങോട്ടും കൊടുക്കാം. നല്ല പരിപാടി. പക്ഷെ നമ്മള് ഗിഫ്റ്റ് തരുന്നവരെ നമ്മള് വെറുതെ വിടാറില്ല. നമ്മൾ തിരിച്ച് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ആണോ? ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്നേഹത്തോളം ഒരാൾ ചെയ്ത് തരുമ്പോ എന്താ നമ്മള് തിരിച്ച് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. ചിലപ്പോ ഒരു റോസാപ്പൂ ആയാലും മതി, അവർക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ ഉറപ്പായിട്ടും. ഇപ്പൊ ഞാൻ ഒരു ഷോപ്പ് നടത്തുന്നു, എനിക്ക് നിങ്ങളുടെ ഒരു വർക്ക് വേണം. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾ എനിക്ക് പ്രപ്പോസൽ പോലെ തരുവാണ്. എങ്ങനെ നിങ്ങളുടെ ഒരു എൻറ്റയർ ഫോർമാറ്റ് എങ്ങനെയാണ്? അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എന്താണോ, അവർക്ക് ഫോളോവേഴ്സ് ആണോ വേണ്ടത്, അവർക്ക് റീച്ച് ആണോ വേണ്ടത്, കച്ചവടമാണോ വേണ്ടത്, അങ്ങനെയാണോ? അവർക്ക് എന്ത് വേണോ അത് ചെയ്ത് കൊടുക്കും. അതനുസരിച്ച് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ റീൽ എല്ലാം കൂടെ ഉള്ള, മനസ്സിലായേ? കോംബോ ഓഫർ പോലെ. കോംബോ ഓഫർ ഇപ്പൊ എല്ലാം വേണമെന്ന് പറയാം. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കും, ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അവസാനം ചെയ്ത് കൊടുക്കും. ഇത് പേഴ്സണലായിട്ട് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ടോ? താങ്കൾക്ക് ഫോളോവേഴ്സ് വേണമെന്നാണ് പറയുന്നത്? ഒന്ന് ആലോചിക്കണേ, എന്നെ ഒന്ന് പരിഗണിക്കുക. അതിപ്പോ ഞാൻ നോക്കട്ടെ. ഷോപ്പ് ഒന്നും ഇല്ല, ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് ഇച്ചിരി ഫോളോവേഴ്സ് കിട്ടാൻ. പൈസ എത്ര വരും? 1 തരാം, 1 ലക്ഷം രൂപ തരാമെങ്കിൽ നമുക്ക് വലിയ സ്ഥലത്ത്. പിന്നെ തീർച്ചയായും ഒരു 17 Pro Max ഞങ്ങള് രാത്രി ചർച്ചയ്ക്ക് വെക്കും. ഓക്കെ, 1 ലക്ഷം രൂപ എനിക്ക് എത്ര ഫോളോവേഴ്സ് വരും? 1 ലക്ഷം രൂപ എത്ര ഫോളോവേഴ്സ് വേണം? എനിക്കിപ്പോ 26K. ഓക്കെ, എത്ര കയറി തരും? 1 ലക്ഷം എന്നാ 1 രൂപ വെച്ച് നമുക്ക് കൂട്ടി 1 ലക്ഷം ഫോളോവേഴ്സ് കയറ്റി തന്നേക്കാം. 1 ലക്ഷം ഫോളോവേഴ്സ് തന്നേക്കാം. അത് ഒറിജിനൽ, ഫേക്ക് അല്ല. സീരിയസ് ആയിട്ടാണ്. 1 ലക്ഷം രൂപക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇത്രയും കമ്പനി വെച്ച് 1 ലക്ഷം രൂപക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ചെയ്യാൻ തന്നേക്കാം. 1 ലക്ഷം രൂപ ഇല്ലല്ലോടാ. ലോൺ എടുക്കണം മിസ്റ്റർ, ലോൺ എടുക്കണം. ശരി, എല്ലാം കൂടെ നുള്ളിപ്പുറക്കി ഉള്ള പൈസ എന്തെന്നാ അതിന് ഓരോ രൂപയ്ക്ക് മിനിമം 50,000. അതാണ് ഞങ്ങളുടെ. ശരി, അങ്ങനെ ചെയ്ത് കൊടുക്കൂല്ലോ. പേഴ്സണൽ പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ലല്ലേ. അല്ല, പൈസ ഉള്ളവരാണെങ്കിൽ പേഴ്സണൽ പ്രൊമോഷൻ തന്നതിന് നമ്മൾ ചെയ്ത് കൊടുക്കും. പൈസ അല്ല തരുന്നത്.
എടാ ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്താണ് നിങ്ങളെ വിളിച്ചത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അതിലോട്ട് കിടക്കട്ടെ. നിങ്ങൾ ഈ ജീംബൂമ്പ ഫാൻസ് ഒക്കെ കേട്ടുള്ളൂ. ജീംബൂമ്പ ടീമൊക്കെ എപ്പോഴാണ് എണീക്കുന്നത്? അങ്ങനൊന്നുമില്ല. നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞ 6 മണിക്ക് കിടന്നെങ്കിൽ 6:15 വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 6:15 എഴുന്നേറ്റ് പോകും. അതൊക്കെ നമ്മള് പെർഫെക്റ്റ് ആണ്. വർക്കില്ലാത്ത ദിവസമാണെങ്കിലേ ചിലപ്പോൾ 11 ആവും, ചിലപ്പോൾ 12 മണിയാവും, ചിലപ്പോ എഴുന്നേക്കത്തില്ല. 3 മണിയൊക്കെ എണീച്ചിട്ടുണ്ട്. അതാണ് പെണ്ണിനെ വിളിക്കാൻ വേണ്ടി, അല്ല വേറെ ഒന്നുമല്ല. അവളല്ലെങ്കിൽ വഴക്ക് പറയും. അതാ കല്യാണം തുടങ്ങിയോണ്ട് ഉടനെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കോ. പിന്നെ കല്യാണം ഉടനുണ്ട്. പിന്നെ ഇവന്റെ കല്യാണം കഴിഞ്ഞ 2 ഘട്ടം കിട്ടിയത്. തമിഴ്നാട്ടിലുണ്ട്, ഇങ്ങ് കേരളത്തിലുണ്ട്. 2 പൊണ്ടാട്ടി. നിങ്ങളായിട്ടല്ലേ ഇത് വിശ്വസിക്കുന്നത്? വേറെ ആരെങ്കിലും വിശ്വസിക്കും? ഈ കിങ്ങിണി പൂച്ച എന്തോ ചെയ്യാനാ? അതെന്താന്നറിയാ ഞാൻ വിശ്വസിച്ചേ. ഇത് രണ്ടാമത്തെ തൊട്ട് ഇത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ഇത് തന്നെ പറഞ്ഞു, ഇവന് 2 ഭാര്യമാരുണ്ട്. നീ അപ്പോഴും ഇപ്പോഴും കേട്ടപ്പോ എനിക്കൊരു മറ്റേ ഡയലോഗ് തമിഴ്നാട്ടിൽ 2 കുളന്തി ഇருக்கு, 2 പൊണ്ടാട്ടി ഇருக்கு, അത് ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചപ്പോ അവിടെ എന്താണ് നമ്മുടെ ജീംബൂമ്പയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ അങ്ങനെ ചില മിസ്റ്റേക്ക് ഒക്കെ ഞങ്ങളുടെ ചെറുക്കൻ്റെ കയ്യിൽ പനിയായിട്ടാണ് ഞാൻ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അല്ല, ഓരോ ഷോട്ട് എടുക്കുമ്പോ എന്തൊക്കെയാ തെറ്റുകളാ പറയുന്നത്. എനിക്ക് തന്നെ ക്യാമറ ഇട്ടിട്ട് കുറച്ച് കറക്റ്റ്. പിന്നെ ഒരു വീഡിയോ ഒരു കടയിലോട്ട് പോയില്ലെങ്കിൽ വീഡിയോ പബ്ലിക് ഇവന്റെ ഇപ്പൊ കാണുന്ന ഫർണിച്ചറുകൾ ഇങ്ങനെ പറയും പല്ലേ കമ്പ്യൂട്ടേക്കുന്നുണ്ട്. അതെങ്ങനെ പല്ലേ കമ്പ്യൂട്ടേക്കുന്നുണ്ട്? എന്തുകൊണ്ടാ? ഏതൊരു വലിയ സ്ലാവിന് ചെറിയ തെറ്റുകളൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തെറ്റ് പറ്റത്തില്ല. ഞാൻ പറയാം, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒറ്റ ഷോട്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം, ചിലപ്പോൾ മുറിച്ച് പറയേണ്ട ഷോട്ടായിരിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ ഒറ്റ ടേക്കിൽ പറയേണ്ട ഷോട്ട് ചിലവരെന്താ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഒറ്റ ടേക്കിൽ തന്നെ പറഞ്ഞായിട്ട് അതിനകത്ത് തന്നെ അവന്റെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ 3, 4, 5, 6 ടേക്ക് പോയാലും ഞാൻ ടേക്ക് എടുത്തിട്ടേ പോകും. അതിനകത്ത് മൊത്തം തെറ്റാന്ന് വെച്ചാൽ അപ്പൊ ആ വേടല്ല ഞങ്ങൾ എഴുതി വെക്കും, ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ തന്നെ ഏതൊരു സ്ലാവിനും അല്ല ഇമാരെ ക്യാമറ ഓണാക്കി വിട്ടു നോക്കും, അപ്പൊ അറിയാം എങ്ങനെയാണ് ഞാൻ ഇറക്കി. അല്ല നമ്മള് കുറ്റം പറയുന്നത് ചിലർക്ക് ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ശരിയാ അല്ല അറിയാലോ. അതെ അതെ, എന്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നിവിടെ വരുന്നത് സംസാരിക്കും, പറ്റത്തുമില്ല എന്നൊരു കുറ്റം പറയാം. കുറച്ചാണ് മുമ്പ് ലെഫ്റ്റും റൈറ്റും ഒന്നും അറിയത്തില്ല, ഇപ്പൊ അറിയാതിരിക്കരുത്. ശരിയാ, ലെഫ്റ്റും റൈറ്റും അറിയത്തില്ല. ഇവൻ കാറിനകത്ത് എഴുതി വെച്ചത് ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. ഞാൻ എഴുതി ഇവന് ഞാൻ തിരിച്ചു ഞങ്ങൾ പറഞ്ഞു റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത് എനിക്കറിയാം. നിനക്കറിയത്തില്ല, നീ പൊടി. എന്റെ റൈറ്റ് ഇത് നിന്റെ അടുത്ത് തിരിഞ്ഞു നോക്കിയതാ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാം? വണ്ടി ഓടിക്കാൻ അറിയാത്തവർ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നടന്നു പോകുമ്പോ ഞാൻ വലുത് പോകണ്ടേ? ശരിയാ, ഇടതും വലതും, ഇത് വലത് ഇത് ഇടത്. അവൻ പഠിച്ച് പണ്ട് ഇവ എഴുതി വെച്ചേക്കോ ഉണ്ട് കാറിനകത്ത് വലതും ഇടതും. ഇപ്പൊ ഇങ്ങനെ എഴുതി വെച്ചേക്കോ. അപ്പൊ ഞാൻ വലത് ഇത് ഇടത്, അപ്പൊ ഞാൻ നോക്കി ഓടിച്ചു. അങ്ങനെ പോന്നേന്നാ ഇവന്റെ വിചാരം. ചുമ്മാ ഇവൻ വണ്ടി പഠിച്ച സമയത്ത് ഞാൻ പറയടാ വലത്തോട്ട് പിടിക്കണം, നേരെ ഇടത്തോട്ട് പിടിക്കണം, നേരെ വലത്തോട്ട്. അതല്ല എത്ര ഈ ഇടയ്ക്ക് നമ്മളിപ്പോ ലെഫ്റ്റ് ആണ് ലൊക്കേഷൻ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പോകും, നമ്മള് ലെഫ്റ്റ്. അതുകൊണ്ട് നേരെ തിരിച്ചു പറയും. അതൊരു കാര്യം പറയാം, ഇവന് ബർത്ത്ഡേയുടെ വേണ്ടി ഒരു വീഡിയോ വരാണ്ട് ഇപ്പൊ ഞങ്ങളെ ചേസ് ചെയ്ത് പോയി. ഇയാള് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് പോകും. നമ്മൾ വിചാരം എന്തോ നമ്മൾ അറിയത്തില്ല, ചേസ് ചെയ്ത് പിടിച്ച് തൂക്കിയിട്ടുണ്ട്. ആ വീഡിയോ വരുന്നുണ്ടല്ലേ? അല്ല എനിക്കും പ്രശ്നമുണ്ട്, നമ്മൾ മാപ്പ് ഇട്ട് ബാക്കിൽ ഇരിക്കുമ്പോഴേ ആ പോയിന്റ് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ബോധം വരുന്നത്. ഞാൻ നോക്കിയിരിക്കുന്ന 1 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് ഉണ്ട്, കറക്റ്റ് അവിടത്തെ പോയതൊക്കെ ലെഫ്റ്റ് എന്ന് പറയും. അതെന്താന്ന് എനിക്ക് ഇവൻ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടേ നമ്മളിത് കാണുക വലത്തോട്ട് പോകണം. നമ്മള് പറയാ ഇടത്തോട്ടിലടാ വലത്തോട്ട് പോണ്ടേ. അവൻ അന്നേരം തന്നെ ഇട്ടിട്ട് എനിക്കറിയാം, നിങ്ങമാർക്ക് അറിയാവുന്ന നോക്കിയതാണ്. എല്ലാവർക്കും അറിയാം ജിംബൂമ്പാന്ന്, വണ്ടിക്ക് അറിയാവോ ജിംബൂമ്പാന്ന്. ഇവൻ പോകുന്ന വഴിക്ക് റോഡിൽ ആരും കാണരുത്. ഓക്കെ, നമ്മൾ ഈ ജീംബൂമ്പ വഴി നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ പോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പും സഹായമൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ഗിഫ്റ്റ് ഏതാണ്? ജീംബൂമ്പ ത്രൂ കിട്ടിയെന്നല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു ഗിഫ്റ്റ് എന്താ? ആദ്യം ഇവിടെ നിന്ന് തുടങ്ങിക്കോ. കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും എനിക്കില്ല. പിന്നെ ഒറ്റ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഉള്ള ഫോളോവേഴ്സ് തന്നെ ഉള്ള കാര്യം പറയാൻ. ഈ ഇറങ്ങുമ്പോൾ ആൾക്കാർ വരുന്നു, അവരെൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു. അതാണ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല എനിക്ക് വേറെ വലിയ ഗിഫ്റ്റായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഉള്ള കാര്യം പറയാൻ. ഞാൻ ഒരുപാട് ഒരു സന്തോഷം ഹാപ്പിനെസ് ആണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ പൊതുവെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ പറയത്തക്ക സമ്മാനം ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഇവിടുന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സമ്മാനം വെച്ച് കൊടുക്കണം ചെറുക്കനെ. എവിടാ സമ്മാനം കിട്ടിയിട്ടില്ല നാറി എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് ചട്ടി മേടിച്ചോ ഇന്ന്?
ഇന്റർവ്യൂല് വന്ന വഴിക്ക് ഷർട്ട് വേണമെന്ന് പറഞ്ഞു. ഷർട്ട്, പുതിയ ഷർട്ട് കടക്കറി വാങ്ങിച്ചു. അത് സമ്മാനം ഇല്ലയോ അത് പറയുന്നില്ല. സമ്മാനം ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ സർപ്രൈസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഗിഫ്റ്റ്. രണ്ടും രണ്ടാണ്. അതെ അതെ ഓക്കെ. അപ്പൊ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ചെറുക്കന് വേണ്ടിയിട്ട് നിങ്ങൾ ആ, പ്ലാൻ ചെയ്യുന്ന സാധനം ചെയ്യണം. അയ്യോ ഉള്ളത് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന. അപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഷർട്ട് വേണോ, ഞങ്ങൾ അല്ലെങ്കിൽ മാറ്റി അതിപ്പോ എന്നെ കുഴപ്പമാണോ? ഞാൻ നീ പറഞ്ഞ പോയിന്റോട് ഞാൻ ജോയിൻ ചെയ്യുന്നു. ഇവൻ എന്തുകൊണ്ട് ഇതിനകത്ത് ഫ്രണ്ടിൽ വരുന്ന ആളാന്നുള്ളത് ഇവന് സമയത്ത് സംസാരിക്കാൻ അറിയാം. അക്സെപ്റ്റ് ചെയ്തു ഞാൻ. സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഞാൻ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ബിഗ് ബോസിൽ പോകാൻ വേണ്ടി. ഇവര് ബിഗ് ബോസിൽ പോകണം അതിനു വേണ്ടി. ഈ സീസണിലെ ബിഗ് ബോസിൽ ആരെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ഓർമ്മ വരുന്നില്ല ഇപ്പൊ. അങ്ങനല്ല എനിക്ക് ഇച്ചിരി അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് അനീഷിനെയാണ്. പക്ഷെ അവൻ കോമണർ ആയോണ്ടല്ല, പക്ഷെ എനിക്ക് ഈ സീസണിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ആരും തോന്നിയിട്ടില്ല. പക്ഷെ അനീഷിനെയാണ് കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ 36 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ വീഡിയോ ഇതായിരുന്നു കേട്ടോ. PR ഇതാന്നും പറഞ്ഞു. 36 18 34 ലക്ഷം. എത്ര നാട് വാങ്ങിച്ചു ഇഷ്ടപ്പെടാത്തേന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഓൾമോസ്റ്റ് വലിയ ഇതൊന്നും ഇല്ല. പോട്ടെ, ഇത്രയും നാളത്തെ ബിഗ് ബോസിൽ ഈ ലൈക് ഫസ്റ്റ് സീസൺ ടു ഇപ്പൊ വരെ കഴിഞ്ഞതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? എനിക്ക് റോബിനെ ഇഷ്ടമായിരുന്നു സീസൺ 4. കാരണം വെച്ചാൽ അവൻ പുറത്ത് പുള്ളി ഇങ്ങനെ എനിക്കറിയില്ല കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു. പക്ഷെ സീസൺ 4 പുള്ളി ഉണ്ടാക്കിയ ഓളം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് പറയാം. ഇഷ്ടപ്പെട്ടത് അറ്റ് സെയിം ടൈം നേരെ തിരിച്ച് ഇത്രയും സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റന്റ്. ഇഷ്ടപ്പെടാത്തേന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് ആരും ഒന്നുമില്ല. പക്ഷേ റോബിന്റെ കൂടെ ഏറ്റവും ദിൽഷ എന്ന് പറഞ്ഞ പെൺകുട്ടി എനിക്ക് ഇഷ്ടമല്ല. അവന്റെ കുറച്ച് വോട്ടുകൾ മാത്രം മേടി വെച്ചേക്കാതേ ഉള്ളൂ. അല്ല ഇത് മത്സരം വെച്ച് പറയുന്നതല്ലേ, പേഴ്സണലി പറയുന്നതല്ലോ. നമ്മളീ വല ഒന്നും കാണത്തില്ല. അല്ല ഈ ഒരു പരിപാടികളിൽ ഞാൻ ഇവന്റെ ഒരു ഇതിനു വേണ്ടി കണ്ടത്. അന്നത്തെ ഞങ്ങൾ ഇവന് വേണ്ടി കേറണം അങ്ങനെയുള്ള ഇതൊക്കെ ബിഗ് ബോസ് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത്യാവശ്യം ഇപ്പൊ ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം. അപ്പൊ ആ രീതി തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. വിളിച്ചു കഴിഞ്ഞാൽ പോകും. കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അത് പോയാലേ നമുക്കറിയത്തുള്ളൂ ഇത് ജെന്യൂൻ ആണോ കാര്യങ്ങളൊക്കെ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാടുത്ത് പോലും പറയത്തില്ല. എന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. കാരണം ഞാൻ വോട്ട് ചെയ്ത് അഭ്യർത്ഥിച്ച് അങ്ങനത്തെ ഒരു വർത്താനം ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ അത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. കാരണം വെച്ചാൽ PR ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഫോളോവേഴ്സിന്റെ അടുത്ത് പറയാം നിങ്ങൾ എന്നെ പോണ സപ്പോർട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ പറയത്തില്ല. നിങ്ങൾ എന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും കൊടുക്കൂല. ഇല്ല PR കൊടുക്കൂല. PR ആവശ്യം എനിക്കില്ല. വേണ്ട. ബിഗ് ബോസിലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അന്ന് തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോ. ഇല്ല PR കൊടുക്കാതിരുന്ന ഇപ്പൊ നമുക്ക് 2.1 ഇല്ലേ, അത്രയും ആൾക്കാർ പോയ PR ആയിട്ട് മതി. പക്ഷെ അവരുടെ നമ്മൾ പറയുന്നില്ല നിങ്ങൾ സപ്പോർട്ട്, നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. എനിക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കണമെന്നില്ല. അല്ലെ എനിക്കില്ല കടിച്ചു തൂങ്ങി ഓരോ വീക്ക് വേണം അല്ല സേഫ് ആയിട്ട് കളിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടില്ലേ എടുത്ത് പുറത്ത് പോകുന്ന അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. മറ്റേ കരിയിലല്ല മറ്റേ കരിയാപ്പില ഉണ്ടല്ലോ നമ്മൾ ഇട്ട് വറക്കത്തില്ലയോ. അപ്പൊ വറുത്ത് കഴിയുമ്പോ കരിയാപ്പില എടുത്ത് എന്തുവാ കയ്യിന്ന് പോയല്ലോ മറ്റേ രസത്തിനകത്ത് അതിനകത്തൊക്കെ അല്ലല്ല തെറ്റിപ്പോയി. നമ്മൾ മിച്ചറിനകത്തായാലും കരിയാപ്പിലൊക്കെ കിടക്കത്തില്ല. അപ്പൊ ആ കരിയാപ്പില നമ്മൾ തിന്നതിന് ഇടയ്ക്ക് എന്താ ഒരു കരിയാപ്പില 2 വരുമ്പോൾ നമ്മൾ എടുത്ത് കളയത്തില്ല. അത്രേ ഉള്ളു. കഴിഞ്ഞു. അത് തന്നെ. നേരത്തെ ഞാൻ ഗിഫ്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കുറച്ച് ഇമോഷണൽ ആയിട്ട് കൊടുത്ത ആ ഒരു ഭാഗം എന്റേത്. അതാകുമ്പോ എനിക്ക് കുറച്ച് മൈലേജ് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞേട്ടോ, ഒന്ന് കൊടുക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്, അത് വരും. അങ്ങനെ ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. എനിക്ക് വിഷമം വന്നു പറഞ്ഞു. ശരി. 5-ാം മാസം ആയതേ ഉള്ളൂ. സ്കാനിങ്ങിന് നാളെ കൊണ്ടുപോകണം. അത് അവിടെ നമ്മള് ഓച്ചറയല്ലേ കൊല്ലത്താണ്. എനിക്കിപ്പോ ലാസ്റ്റ് അല്ല ആദ്യം കിട്ടാറ്. അങ്ങനെ ഒരു കൊച്ച് ഗിഫ്റ്റ് കൊടുത്തു. കിങ്ങിണി ആദ്യം കിട്ടിയല്ലേ പറയണ്ടത്, അവസാനം കിട്ടിയ ആദ്യം കിട്ടി പറയണ്ട. നമുക്ക് പറയട്ടെ എനിക്ക് 1 മിനിറ്റ് തരൂ. ലാസ്റ്റ് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ഞെട്ടിപ്പോയതാ. എന്ത് ഞെട്ടി? അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഞെട്ടുന്ന ബിരിയാണി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞെട്ടുന്ന ബിരിയാണി ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഞെട്ടുന്ന ഗിഫ്റ്റ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒരാൾ വന്ന് നമുക്ക് പെട്ടെന്ന് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഞെട്ടത്തില്ല. പറയാം നമ്മുടെ ഗേൾ ഫ്രണ്ട് ബർത്ത്ഡേക്കാണ് ഗിഫ്റ്റാ. ഏറ്റവും കൂടുതൽ എന്തായാലും ഗേൾ ഫാൻസ് ഉള്ളപ്പോ ഇവനാണ്. ഏറ്റവും കൂടുതൽ ലൈൻ വെച്ച് പൊട്ടി തേച്ചത് ഇവന്റെ എണ്ണാണ്. അപ്പം എന്തായാലും
നിങ്ങളുടെ കുറെ വിശേഷങ്ങളൊക്കെ കേട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റി. താങ്ക് യു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ ഈ ഒരു ജിംബൂംബയുടെ ഈ ഒരു ജേർണി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. കുറച്ച് 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞു, 10 ലക്ഷം ഒന്നും അല്ല, അടിച്ചടിച്ച് കയറി പോട്ടെ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഫോളോവേഴ്സും. 10 ലക്ഷം നിങ്ങൾക്ക് വീണ്ടും തെറ്റി. 21 ലക്ഷം. യൂട്യൂബിൽ 10 ലക്ഷം ആകുമ്പോൾ അപ്പൊ ഇങ്ങനെ വിളിക്കാം. കിങ്ങിണി പൂച്ച വിളിക്കാം. എന്നെ വിളിക്കും, എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എടുത്തോളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചിലപ്പോ നമ്മള് ഹെലികോപ്റ്ററിൽ പോയായിരിക്കും പൊട്ടിക്കുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തിലെങ്കിലൊക്കെ എന്നെ വിളിക്കടാ, എന്തിലെങ്കിലൊക്കെ എന്നെ വിളി, ഞാൻ വരാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ പരിപാടി എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എന്തായാലും നിങ്ങൾ ടാസ്ക് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്കും ഒരു ടാസ്ക് തരണം. ഞാനും ഫോളോവർ, അപ്പൊ എനിക്ക് ടാസ്ക് ഇല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ടാസ്ക് റെഡിയാണ്. നമുക്ക് ജിംബൂംബയുടെയും കൂട്ടുകാരുടെയും പോയി ടാസ്ക് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ ശരി. അപ്പോൾ അതെ, എനിക്ക് ജിംബൂംബ ടാസ്ക് തരാമെന്നും പറഞ്ഞ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ടാസ്ക് ഒക്കെ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ടാസ്ക് എന്നെ ഇങ്ങനെ ചോദിച്ചു വാങ്ങിച്ചില്ല, ഇന്റർവ്യൂ ചെയ്യാൻ സമ്മതിക്കില്ല ഗായ്സ്. ചോദിച്ചു വാങ്ങിച്ച ഒന്നൊന്നര ടാസ്ക് തന്നെയും ഒന്നുമില്ല, സിമ്പിൾ ആണ്. 1 മിനിറ്റ് സമയം തരും. 1 മിനിറ്റ് കൊണ്ട് എത്രത്തോളം ആൾക്കാരെ പോയി അടിക്കാവോ, ഓരോ ആൾക്കാരെ അടിക്കുന്നതിന് അടിക്കണം. ചോദിച്ചിട്ട് അടിച്ചാൽ ഒരു അടി അടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അടിച്ചാൽ ഒരു അടിക്ക് 100 രൂപ വെച്ച് തരും. യുവർ ടൈം സ്റ്റാൻഡ് ഓടിക്കോ. ചേച്ചി ഞാൻ ഒന്ന് അടിച്ചോട്ടെ, ചേച്ചി ഒന്നും അടിച്ചോട്ടെ. 2 അടിച്ചോട്ടെ, 3 അടിച്ചോട്ടെ, 4 അടിക്കുവാണേ, 5 ചേട്ടാ ഞാൻ ഒന്ന് അടിച്ചോട്ടെ, 6 ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചോട്ടെ, 7 അയ്യോ ചേട്ടൻ അടിക്കല്ലേ, സോറി ഇങ്ങോട്ട് ഞാനൊന്ന് ജസ്റ്റ് അടിച്ചോട്ടെ, 8 അടിച്ചോട്ടെ, 9 ഒന്ന് അടിച്ചോട്ടെ, 10 അടിക്കാണേ, പെർമിഷൻ അടിക്കല്ലേ, അടിച്ചോട്ടെ, 12 അടിച്ചോട്ടെ, 13 14 15 16 17 ഒന്ന് അടിച്ചോട്ടെ, 18 19 20 21 22 23 24 അടിച്ചോട്ടെ, 25 ചോദിച്ചോട്ടെ കളി 40 സെക്കൻഡ് ഒന്ന് അടിച്ചോട്ടെ, 26 അടിച്ചോട്ടെ, 27 മക്കളെ ഒന്ന് അടിച്ചോട്ടെ, 28 ചെറുതായിട്ട് 29 30 54 സെക്കൻഡ് ഒന്ന് അടിച്ചോട്ടെ, ചെറുതായിട്ട് 31 32 അടിച്ചോട്ടെ, ഒന്ന് അടിച്ചോട്ടെ, 33 34 1 മിനിറ്റ് കഴിഞ്ഞു 1 മിനിറ്റ് 3 സെക്കൻഡ് ആദ്യം തന്നിട്ടുണ്ട്. 35 അപ്പൊ എത്ര രൂപ സ്വന്തമാക്കി? 35 രൂപ സ്വന്തമാക്കി. പിടി. ഹാപ്പി ആയ? താങ്ക്സ് ഉണ്ട് ട്ടോ. ജിംബൂംബ കണ്ടിട്ടുണ്ടാ? നിങ്ങൾ സ്ഥലം എവിടാ? ഇനി നോക്കണം. ജിംബൂംബ ട്ടാ. ജാങ്കോ സ്പേസ് അറിയോ? ഇന്റർവ്യൂ എടുക്കുന്ന അറിയോ? എന്നെ അറിയത്തില്ല, പിന്നെ നിങ്ങൾ അറിയോ? അറിയത്തില്ല, കാണണെന്ന് പറഞ്ഞാ നോക്കണേ. അപ്പൊ നമ്മുടെ ചാനൽ പേര് എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജിംബൂംബ പറഞ്ഞേ, എല്ലാരും ജിംബൂംബ എന്ന് ഉറക്കെ പറഞ്ഞേ. ഉറക്കെ പറ. വൺസ് മോർ ഒന്നുകൂടി പറ. ജിംബൂംബ. ഓക്കെ സെറ്റ്. കേട്ടാ, വീഡിയോ വരും. അപ്പം ഫോൺ എടുക്ക്. ഞാൻ ജിപേ ഒന്നുമില്ല. അപ്പൊ ജിപേ നമ്പർ അറിയാം, ജിപേ തരുന്നതായിരിക്കും. പറ. അടിച്ചോ. ഓക്കെ, കിങ്ങിണി അല്ലേ? അപ്പം കിങ്ങിണി പൈസ വന്നിട്ടുണ്ട്, നോക്കിയേ. വന്നാ നോക്കിയ കിങ്ങിണി. ഹാപ്പി ആയ? ഇന്റർവ്യൂ ചെയ്യാൻ വന്നാലും നമ്മൾ വെറുതെ വിടത്തില്ല. ഹാപ്പി ആയ? ഇച്ചിരി വിശക്കുന്നല്ല, കഴിക്കണം. എന്നാ അതും ഞാൻ വാങ്ങിച്ചിരുന്നായിരിക്കും. നന്നായിട്ട് അടിപൊളിയായിട്ട് കലക്കി സെറ്റായിരുന്നു. 35 വരെ ചെയ്തില്ല, പറഞ്ഞു തന്നില്ല. പിന്നെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അല്ലായിരുന്നോ? പേടിപ്പിച്ചിട്ടോ എനിക്ക് അടി കിട്ടുന്നൊക്കെ, പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്ന ഞാൻ വിചാരിച്ചില്ല. അങ്ങോട്ട് കൊടുക്കുന്നവർ തിരിച്ചടിക്കാത്ത കാര്യമായി, വേറെ കാര്യം. അപ്പൊ എന്തായാലും സഹകരിച്ചവർക്കും തന്നെ. ഓക്കെ ഇത്രയും നാളായിട്ട് അവിടെ നിന്നുള്ള ഇന്റർവ്യൂ അല്ലേ ഇതേപോലെ ഇറങ്ങിയ ഒരു പരിപാടി? ആദ്യത്തെ പരിപാടിയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അടിപൊളി. കിട്ടിയാൽ കഴിയും എത്രയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വളരെ നന്നായിട്ട് ചെയ്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരടിക്കാനോ എന്തോ ഭാഗ്യം കൊണ്ട് സത്യം എങ്ങനെയോ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ജിംബൂംബായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്റർവ്യൂ കണ്ടു, ടാസ്ക് കണ്ടു, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞങ്ങളെല്ലാം കൂടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ജിംബൂംബയുടെ ഫുൾ ടീമുമായിട്ട് മറൈൻ ഡ്രൈവ് വന്ന് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. സുഖമായിട്ട് സ്റ്റുഡിയോയിലിരുന്ന് ഞാനാ AC ഒക്കെ കൊണ്ടിരുന്ന മാത്രം. അതെ, സുഖമായിട്ട് സ്റ്റുഡിയോയിൽ AC-ലിരുന്ന് ഇന്റർവ്യൂ എടുത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ചല്ലടാ നല്ലപോലെ പോയി. ഇനി എനിക്ക് 2 പരിപാടിയും 2 ചായയും വേണം. ഞാൻ താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.